പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതിദിനം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ വീടിൻ്റെ ഇറയത്താണ് നമ്മളിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ആദ്യം തന്നെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് റിയാസിനെ കാണാനില്ലല്ലോ, റിയാസ് എവിടെ പോയി ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒരു കമൻ്റ് എങ്കിലും ഇടൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ. റിയാസിനെ കുറിച്ചിട്ട് വേറെ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമല്ല കമൻറ്റുകളിലൂടെയും ആളുകൾ ഇടാറുണ്ട് റിയാസിന് എന്താ പറ്റിയാവോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റിയാസ് ഇതേ കുറേ നാളുകൾക്ക് ശേഷം കമൻ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഹലോ അജു, സരിത, ജഗ്ഗു, എന്നെ മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. കുറേ മാസങ്ങളായി കണ്ടിട്ട്. അതിനൊരു കാരണവുമുണ്ട്. 3 മാസങ്ങൾക്ക് മുൻപ് എനിക്ക് വലിയ ഒരു അപകടം പറ്റി. വയനാട്ടിൽ പോയതായിരുന്നു. അവിടെ ഞങ്ങൾ 4 പേരായിരുന്നു പോയിരുന്നത്. ഞാനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, എതിരെ നിന്നും നിയന്ത്രണം വിട്ട ഒരു ലോറി ഞങ്ങളുടെ കാറിൽ വന്നിടിച്ചു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. 73ാമത്തെ ദിവസം എനിക്ക് ബോധം വന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കൂട്ടുകാരൻ അവിടെ വെച്ച് തന്നെ പോയെന്ന്. ഞാനും ഒരു 85% മരണപ്പെട്ടു. തലയ്ക്കും നട്ടലിനും ഗുരുതരമായ പരിക്ക് പറ്റി. തലയിൽ 2-3 സർജറി കഴിഞ്ഞു. നട്ടലിന് ഗുരുതരമായ പരിക്കേറ്റത് കാരണം കാല് രണ്ടും തളർന്നു പോയി. കൈയൊക്കെ ഒടിഞ്ഞു തൂങ്ങി. 3 മാസത്തിന് മേലെയായി. ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇനി എത്ര കാലം കിടക്കേണ്ടി വരുമെന്നറിയില്ല. എല്ലാം പെട്ടെന്ന് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എപ്പോൾ കമൻ്റ് ഇടാൻ പറ്റുമെന്നറിയില്ല. ഒടിഞ്ഞ കൈയൊക്കെ ശരിയായി വരണം. ഇത് തന്നെ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ടൈപ്പ് ചെയ്യിപ്പിച്ചതാണ്. നിങ്ങളെല്ലാം എൻ്റെ സ്വന്തക്കാരാണെന്ന് തോന്നി, അതുകൊണ്ട് അറിയിച്ചെന്ന് മാത്രം. റിയാസിനെ ഓർക്കാത്ത അല്ലെങ്കിൽ ആ റിയാസിനെ പറ്റി പറയാത്ത ദിവസങ്ങൾ തന്നെ അപൂർവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എല്ലാവരെ പറ്റിയും പറയാറുണ്ട്. നമ്മുടെ കമൻറ്റുകൾ നമുക്ക് കമൻറ്റുകൾ എഴുതുന്നവരെയാണ് നമ്മൾ കൂടുതൽ അറിയുള്ളൂ. കമന്റ് ഇടാത്തവരെല്ലാ ദിവസവും കാണുന്ന കുറേ പേരുണ്ടാവും. കമന്റ് നമ്മൾ ഇന്ന് അവരുടെ പേര് വായിച്ച് അവരുമായിട്ടൊരു ബന്ധം വന്ന പോലെയാണ് നമുക്ക്, അവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും. റിയാസ് എവിടെയുള്ള ആളാണെന്ന് പോലും നമുക്കറിയില്ല ചേട്ടാ. ഏത് ജില്ലക്കാരനാണ്, എവിടെയാണ്, എന്താണ് ആളുടെ ജീവിത സാഹചര്യം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഒന്നും അറിയില്ല. ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ റിയാസിന് വേഗം തന്നെ സുഖമാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം റിയാസിന് വേണ്ടിയിട്ട് എത്രയും വേഗം സുഖമാവട്ടെ. ഇനി അടുത്ത കമൻറ്റ് വേദൻ കോയ, ഞാൻ തോന്നുന്നുണ്ട് പേര് വേടൻ എന്നാണോ വേദൻ എന്നാണോ എന്നറിയില്ല. നിങ്ങൾ സരിതയുടെ സഹോദരനെ തുന്തുരു എന്ന് വിളിക്കുന്നത് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ പേര് പറയുക. കുഞ്ഞിലെ എല്ലാവർക്കും വെളിപ്പേരുണ്ട്, അത് നിർത്തേണ്ട സമയത്ത് നിർത്തണം. അദ്ദേഹത്തിന് ഇന്നൊരു കുടുംബമുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മകൾക്ക് പോലും സ്കൂളിൽ ബുള്ളിങ്ങിന് കാരണമാകും. കുട്ടികളെ ഒക്കെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസ്ഥയും ഇതായിരിക്കും. തുന്തുരുവിന്റെ മകൾ അല്ലെങ്കിൽ ഭാര്യ ഈ ലോകം മുഴുവൻ ഇത് കാണുകയാണ്. സരിത എപ്പോഴും അജുവിനെ വിളിക്കുന്ന ചേട്ടൻ എന്നാണല്ലോ. നിങ്ങൾ പേഴ്സണലായി അദ്ദേഹത്തെ വിളിച്ചോളൂ, പക്ഷെ പബ്ലിക്കായി ഇങ്ങനെ പറയുന്നത് ശരിയല്ല. അത് തുന്തുരുന്ന് കേൾക്കണതാണ് തുന്തുരുവിന് ഏറ്റവും ഇഷ്ടമല്ലേ അവർക്ക്. അവന് ശരത്തുനിന്ന് അവനെ വിളിക്കണത് ഇഷ്ടേയല്ല. അവന് തുന്തുരുന്ന് വിളിക്കണതാണ് അവനിഷ്ടം. അവന്റെ ഭാര്യന്റെ പേര് വിജീഷ എന്നാണ്. വിജീഷ എന്നുള്ള പേര് എനിക്ക് ഓർക്കാറന്നില്ല. ചക്കര എന്നാണ് വിളിക്കുക. അവളുടെ വീട്ടിൽ അങ്ങനെ വിളിക്കുക. നമ്മളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ചക്കര തന്നെ വിളിക്കണത്. അവർക്ക് ഇതുവരയ്ക്കും അവർക്കൊരു പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്കറിയില്ല ആ ഓമന പേര് വിളിക്കണതുകൊണ്ട്. എല്ലാവരും ഓമന പേരിനെ ഉള്ള സരിതര അച്ഛനും അമ്മയും കൂട്ടുകാരന്മാരും നാട്ടുകാരും എല്ലാവരും തുന്തുരു തന്നെ വിളിക്കുന്നത്. അതിപ്പോൾ ഇനിയിപ്പോൾ ചോദിച്ചു നോക്കാട്ടാ ഞങ്ങൾ. അതായത് ഇനി അവൻ്റെ മോളോടും ഭാര്യയോടും ചോദിച്ചു നോക്കാം, നിങ്ങൾക്ക് നമ്മൾ തുന്തുരു എന്ന് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടാ. എന്നിട്ട് ഇതിന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനിയിപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ ചേട്ടനാണ് അനിയനാണെന്ന് അറിയില്ല. പറഞ്ഞപ്പോൾ ചിലപ്പോൾ ഇനി അങ്ങനെ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിലോ. അടുത്തായി നമ്മുടെ അറിയില്ല. മിനി കുഞ്ഞൻ, എൻ്റെ അമ്മ ഇതുപോലെ ചമ്മന്തി അരയ്ക്കാറുണ്ടായിരുന്നു. മുളക് ചൂടോടെ അരയ്ക്കണം, കഴുകാതെ ചാരം തുടച്ച് കളഞ്ഞാൽ മതി. പച്ചമുളക് കുറച്ചുകൂടി അരഞ്ഞു കിട്ടും. ചുട്ട ചമ്മന്തിയുടെ കാര്യമാണ്. നമ്മളത് മുളക് ചുട്ടി കഴിഞ്ഞിട്ട് ചുട്ടിട്ട് പിന്നെ അത് കഴുകി കഴുകാൻ പാടില്ല. കഴുകാറില്ല. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടാക്കുമ്പോൾ അത് ഇങ്ങനെ തട്ടി കുടഞ്ഞ ആ വെണ്ണീറ് കളഞ്ഞിട്ട് അരയ്ക്കും. ആ വെണ്ണീറോട് കൂടി അരയ്ക്കുമ്പോഴേക്കാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഷർമിള റെജി, ഇന്നലെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ വഴി ഞങ്ങൾ ഈ സാധനത്തെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ആ വാലുള്ള ചമ്മന്തി അരച്ച തടി കൊണ്ടുള്ള ഷോ എനിക്ക് വയ്യ. അപ്പോഴേക്ക് എത്തിയല്ലോ, അടിപൊളി. 70s 80s കിഡ്സ് ഒന്നിച്ച് ഒരു 12 പേര് ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഒക്കെ അമ്മച്ചിമാർ.
സത്യം പറഞ്ഞാൽ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാണ് ക്ലാസ്സിൽ പോകാൻ വരുന്നത്. പക്ഷെ ഞങ്ങൾ ആ മിനി ബസ്സിൽ കയറിയാൽ ആകെ കലപില. ഓടിക്കുന്നത് ഒരു പാകിസ്ഥാനി ആയതുകൊണ്ട് എന്തും പറയാം. അല്ല, പറഞ്ഞു വന്നത് പഴയകാലം മയവിറക്കുന്ന സ്ഥലം ബസ്. അവിടെ പറഞ്ഞ കാര്യം ഇന്ന് കണ്ടപ്പോൾ ഒരു അതിശയം. കോരിപ്പലകിയില്ലേ, അതിനെ കുറിച്ചിട്ട് ഇവര് യൂണിവേഴ്സിറ്റിയിലേക്ക് പോണ വഴിക്ക് ചർച്ച ചെയ്തതാണ്. അതിന്റെ പിറ്റേ ദിവസം നമ്മുടെ വീഡിയോയിൽ ആ പലക കണ്ടപ്പോൾ അതിശയം തോന്നി. അടുത്തത് രഞ്ജിത്ത് മേനോൻ. അപ്പോത്തിക്കരി എന്ന് പണ്ട് പറഞ്ഞിരുന്നു ഡോക്ടർക്ക്. അജുവിന്റെ കുട്ടിക്കാലത്ത് ആ പേര് പറയാറുണ്ടായിരുന്നു. സുറിയാനി ഭാഷ ആണെന്ന് തോന്നുന്നു. അജു, സരിത, നമസ്കാരം. അപ്പോത്തിക്കിരി എന്നല്ല നമ്മളവിടെ പറയാ, പാത്തിക്കിരി. ഈ അപ്പോത്തിക്കരിനെയാണ് ചുരുക്കി അങ്ങനെ ആയുധവും. നമ്മളെ അമ്മാമ്മ അവരൊക്കെ പറഞ്ഞ് പാത്തിരി അവിടേക്ക് പോവാന്ന് പറയാ. ഡോക്ടറെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തിരിയുടെ അടുത്തേക്ക് പോവുക. പിന്നെ ആ സിനിമയിൽ അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് അപ്പോത്തിക്കിരി എന്നുള്ള വാക്കും കൂടി അതിന് മുന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അത് ലോപിച്ചു പോയി. അതന്നെ, തൃശ്ശൂരെല്ലാം ചുരുക്കണമെന്ന ആളുകളാണല്ലോ. അടുത്തത് സരോജാദേവി. ഇവിടെ അപ്പാത്തിക്കിരി എന്ന് ഇതൊന്ന് ഭയങ്കര മുട്ടിരിക്കണോണം ചേട്ടൻ പോലെ. അവിടെ അപ്പാത്തിക്കിരി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് അന്നത്തെ ആ കളർ വെള്ളം എത്ര ഫലപ്രദമായ മരുന്നായിരുന്നു. സ്കാനിങ്ങും എക്സ്റേയും ഒന്നും വേണ്ട. ശരിയല്ലേ? ഏത് രോഗത്തിനും ആ മരുന്ന്, അത് ചുവപ്പ് വെള്ളം. പക്ഷെ മാറും ചെയ്യും അസുഖം. അടുത്തത് വിജി ജിജു. പാത്തിക്കീരി ഞങ്ങളുടെ അമ്മാമ്മ പണ്ട് അങ്ങനെ പറയും. പിന്നെ പല കളറിലുള്ള വെള്ളം കിട്ടും, കുപ്പിയും കൊണ്ട് പോകണം. ഒരു ജാതി മണമാണ്. മൂക്കടച്ച് പിടിച്ചാണ് കുടിക്കുക. മൂക്കടച്ച് പിടിച്ചിട്ടൊന്നല്ല, കയ്യിലിങ്ങനെ കുത്തി വായിൽ കുത്തിയിട്ടിട്ട് സൈഡിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ ഒരു അകത്തിലകത്ത് മാത്രം ഓടിയിട്ട് കണ്ണാക്ക് വരെ പൊളിയും. എന്നിട്ട് അതിലേക്ക് ഒരു ഒറ്റ ഒഴിക്കലുണ്ട്. കുപ്പി അടക്കണം, ഒഴിക്കുക, കുപ്പിയിലത് അടക്കണം. ഇറക്കണ്ടി ഒന്നും വരില്ല അല്ലേ, നേരെ അങ്ങോട്ട് എത്തിക്കോളും. ഈ മരുന്ന് ഒഴിക്കുന്ന ശബ്ദം പല പല വീടുകളിൽ നിന്ന് കേൾക്കാം, പിള്ളേരുടെ വായിലെ ശബ്ദം. അടുത്ത ദീപ പ്രസാദ്. ഈ കഞ്ഞിയും ചമ്മന്തിയും പപ്പടം ചുട്ടതും കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് പനി പിടിച്ച സമയത്ത് എൻ്റെ ഏട്ടൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. എന്തൊരു രുചിയായിരുന്നു. അത് കുടിച്ചതോടുകൂടി എൻ്റെ പനി എങ്ങോട്ടാ പോയെന്നറിയില്ല. ഇപ്പോഴും ആ രുചി ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ. നല്ല സ്നേഹമുള്ള ചേട്ടൻ. അതെ, എന്നെ പോലെ. ശരിയാ. അടുത്ത് ജയശ്രീരാജൻ. രാവിലെ രണ്ടും കൂടി വന്നേക്കാ മനുഷ്യനെ കൊതിപ്പിക്കാൻ. ഞാൻ പോണു, കൊതി കിട്ടും നോക്കിക്കോ. ആ ശരി ചേട്ടാ, ആ ചമ്മന്തിയും ആ കഞ്ഞിയും ആ ചുട്ട പപ്പടം പിന്നെ എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് കൊതിയാവും ശരിക്കും. വേറെ എന്തും അതിന് പകരാവില്ല, എന്ത് ഭക്ഷണം. അടുത്തത് രാധാമണി. അജു, സരിത ഇപ്പോഴാണ് കമന്റ് ഇടാൻ പറ്റിയത്, കാരണം മൊബൈൽ കേടായിപ്പോയി. പിന്നെ ശരിയാക്കിയാണ് കമന്റ് ഇടുന്നത്. ഇന്നത്തെ വീഡിയോ സൂപ്പർ. നിങ്ങളുടെ കുടിലുള്ള പാചകം കാണുമ്പോൾ എന്ത് രസമാണ്. സരിതയുടെ അസുഖം വേഗം മാറട്ടെ. ഇതൊക്കെ മാറി. ഇവിടെ തൊട്ടടുത്തുണ്ട്, മിണ്ടാണ്ടിക്ക്. അത് അവിടെ നിന്ന് കൂവിക്കോട്ടെ. അതേ ഈ മരത്തിനിരിക്കുന്നുണ്ട്. അടുത്തത് ശ്രീരഞ്ജിനി. ഇടയ്ക്കിടയ്ക്ക് മുളകും ഉള്ളിയും ചുട്ട് ഇതുപോലെ അരയ്ക്കാറുണ്ട്. ചുട്ടരച്ച ചമ്മന്തി എന്നാൽ തേങ്ങ കൂടി ചുട്ട് അരയ്ക്കും. അതാണ് കഞ്ഞിക്ക് സൂപ്പറാണ്, ചോറിനും. ഇനിയും അതൊന്ന് ചെയ്ത് നോക്കുക അജു, സരിത. അതും ചെയ്യാറുണ്ട്. അടുത്തത് ശ്രുതി പ്രദീപ്. ഞാൻ 10th പഠിക്കുമ്പോൾ അച്ഛൻ ദുബായിലായിരുന്നു. എക്സാംസിന് അച്ഛൻ കോൾ ചെയ്തിട്ട് പറഞ്ഞു, ജയിച്ചാലും തോറ്റാലും നീ എൻ്റെ മോള് തന്നെയാണെന്ന്. എനിക്കും എൻ്റെ ഏട്ടനും ഒരു തരത്തിലും പ്രഷർ തന്നിരുന്നില്ല ഞങ്ങളുടെ അച്ഛനും അമ്മയും. പ്രഷർ തരാതെ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇതൊരക്ഷരം പഠിക്കില്ല, ബുക്കും തുറക്കില്ല, ഫോണും നോക്കി ടിവിയും കണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഇടയ്ക്കെങ്കിലും പറയണ്ടാവും പഠിക്കണം മോനെ പോയിരുന്നിട്ട്. അങ്ങനെ പറയുള്ളോ. ജഗ്ഗോ, നിനക്ക് പരീക്ഷയല്ലേ, നീ പഠിച്ചൂടെ, 10ാം ക്ലാസ്സിലല്ലേ നീ, അങ്ങനെയൊക്കെ പറയും. അതുപോലെ പറയുള്ളൂ. അതെ. രാസി ലുലു. അജുവിൻ്റെ സ്റ്റോറി കേൾക്കാൻ നല്ല രസം. പറയൂ, ഞങ്ങൾ കേട്ട് ആസ്വദിക്കാം. അടുത്തത് സിദ്ദിഖ് AC അങ്ങനെയൊന്നുമുണ്ട്. എൻ്റെ മോനും 10th ആണ്. ജഗ്ഗുവിനെ പോലെ തന്നെ നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ പഠിക്കില്ല. ഇംഗ്ലീഷിന് മാത്രം നല്ല മാർക്കും വാങ്ങിക്കും. 80ൽ 72 മാർക്ക്, ബാക്കിയെല്ലാം കണക്കാ. ഇവനും അതെ, ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. അത് ഈ യൂട്യൂബിലത്തെ ഇംഗ്ലീഷ് ചാനലുകളൊക്കെയാണ് ഇരുന്ന് കാണാം. അത് കാരണം കൊണ്ട് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇംഗ്ലീഷിൽ മാത്രം മാർക്ക്. അത് വെറുതെ വായിച്ചാൽ മതി, ആൾ എഴുതിക്കോളും. പിന്നെ ഉണ്ടാക്കി എഴുതാനൊക്കെ അറിയാം ഇംഗ്ലീഷിൽ. ബാക്കി വിഷയങ്ങളൊക്കെ ഭയങ്കര മോശം.
അടുത്തത് ഏലിയക്കുട്ടി ജോൺ, കേരളം മുഴുവൻ ചുമ തന്നെ, എന്ത് ചെയ്യും? ചുമക്കന്നെ ടൈമിൽ ചുമയായിരുന്നു. അടുത്തത് സുഹറ ACS. ഹലോ സരിത ചേട്ടാ, നമസ്കാരം. ഇന്നത്തെ വീഡിയോ വീണ്ടും പഴയകാല ഓർമ്മകളിലേക്ക് ഉള്ള ഒരു എത്തിനോട്ടമായി. ഒരിക്കലും മറക്കാത്ത കാലം. ഞങ്ങളെയും ഇങ്ങനെ കിടത്തി കയ്യിൽ കണ വായിൽ വെച്ചിരുന്നു മരുന്നൊഴിക്കാൻ. പിന്നെ ചുട്ട സാധനങ്ങളൊന്നും കഴുകാതെയാണ് അന്ന് എല്ലാവരും കഴിച്ചിരുന്നത്. അന്ന് എല്ലാവരും വെണ്ണീറോട് കൂടി തന്നെ കഴിച്ചു. ആർക്കും കഴുകാൻ തോന്നില്ലായിരുന്നു. ഇന്ന് അതെല്ലാം മാറി. കാലം പോയ പോക്കേ. അത് വീഡിയോ എടുക്കണ ചേട്ടൻ കഴുകി തന്നെ നെഗറ്റീവ് കമന്റ് വന്നാലോ വെച്ചിട്ടല്ലേ സത്യം പറഞ്ഞേ. അല്ലെങ്കിൽ നമ്മള് കഴുകൊന്നും ചെയ്യാറില്ലേ. അടുത്തത് സ്റ്റെല്ല ജോളി. കൊരിയപലകയ്ക്ക് നടുവിൽ ചെറിയ കുഴി വേണം, എന്നാലാണ് ചമ്മന്തി അരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ തെറിച്ചു പോകും. അതതിന് ഇങ്ങനെ ആക്കി കുഴിയാവുന്ന എല്ലാ ദിവസവും ചമ്മന്തി അരയ്ക്കുമല്ലോ ഒരു വീട്ടില്. എല്ലാ ദിവസവും ചമ്മന്തി അരയ്ക്കാത്ത ദിവസമല്ലേ ചമ്മന്തി. അമ്മികളും എല്ലാത്തിനും കുഴിയായിരിക്കും ചെറുതായിട്ട്. അപ്പൊ നമ്മള് വല്ലപ്പോഴല്ല ആക്കണത്. നമ്മളത് വാങ്ങിച്ചിട്ട് 2-3 വട്ടം ആക്കിയിട്ടുള്ളൂ. എന്ത് രസമാണെന്നറിയ. ഇതിന്റെ ഒപ്പം ഇങ്ങനെയുണ്ട്. അടുത്തത് ബിന്ദു MK. അജുവേട്ടൻ മരുന്ന് കൊടുക്കുന്ന വിധം കാണിച്ചപ്പോൾ ചിരിച്ച് കണ്ണ് നിറഞ്ഞു പോയി. രാവിലെ തന്നെ ചിരിച്ചപ്പോൾ ആ ദിവസം സന്തോഷമായി. ഓർത്തോർത്ത് ചിരിച്ചു. അടുത്തത് മീന ശ്രീധരൻ. അജു പറഞ്ഞ സത്യമാണ്, കൊതി വന്നു പോയി. ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. അടുത്തത് റഹീന. രാവിലെ തന്നെ ഞങ്ങൾ കൊതിപ്പിച്ചു. ആ കാപ്പിയിൽ സ്നേഹം ഒളിച്ചിരിക്കുന്നുണ്ട് സരിതേ. ഇതൊക്കെ ചെയ്യുന്ന ചേട്ടൻ ഒരു കാപ്പി ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നു. ചേട്ടൻ എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ഒരു മടിയും കൂടാതെ ചെയ്യുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അടുത്തത് പ്രേമ ശശി മേനോൻ. ഗുഡ് മോർണിംഗ്. റെസ്റ്റ് ഇല്ലാതെയാണ് സരിതയ്ക്ക് കുറച്ച് ദിവസം മുൻപ് സരിതയ്ക്ക് സുഖമില്ലാതെ മാറിയതല്ല അല്ലേ? ഫുഡ് നന്നായി കഴിക്കണം, റെസ്റ്റ് എടുക്കണം. വേഗം സുഖമാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്തത് ടേസ്റ്റ് ഓഫ് കേരള. ഹായ് അജു ചേട്ടാ, സരിത, ജഗ്ഗു. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. പനി വന്നാൽ അമ്മ ചുട്ടരച്ച ചമ്മന്തിയും ചുട്ട പപ്പടവും ഉപ്പിലിട്ട കണ്ണിമാങ്ങയും. പനിയുള്ളപ്പോൾ രുചി കാണില്ല, ഇത് കഴിക്കുമ്പോൾ എന്താ രുചി. അതെ, മരുന്ന് കുടിക്കുന്നത് അജു ചേട്ടൻ പറഞ്ഞതുപോലെ അമ്മ കാലിൽ കിടത്തി ഗോകർണത്തിനെ മരുന്ന് വായിലൊഴിക്കുന്നത് ചേട്ടൻ കാലിൽ പിടിക്കും, മൂക്കിലും പിടിക്കും. ഒരു ബലപ്രയോഗത്തിലൂടെയാണ് അന്നത്തെ മരുന്ന് കൂടി. പിന്നെ കുറേ പൊതിയും കാണും. അത് തേനിൽ ചാലിച്ച് കഴിക്കാൻ അന്നൊക്കെ പറയും. 1 വീതം 3 നേരം. ഗോകർണം എന്ന് ഉദ്ദേശിച്ചത് ചെറിയ റൗണ്ട് ഗ്ലാസിന്റെ ഔട്ട്സൈഡ് ഓവ് പോലെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കണ സാധനല്ലേ, കുയില് പോലെ. അങ്ങനത്തെ വായില് ഒഴിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടല്ലേ പുറം കടക്കി അവിടെ ഇരിക്കുമ്പോ കൊണ്ടിട്ട് വായിക്കി. ഈ കുയിലിനോട് തോറ്റൂലോ. സാധാരണ കാക്കകളെ വന്നിരുന്നത്, ഇത് കുഴപ്പമില്ല. അടുത്തത് പിന്നെ അല്ല കഴിഞ്ഞിട്ടില്ല ഏട്ടാ. ഗ്ലാസിന്റെ ഒരു സൈഡ് ഓവ് പോലെ ഇരിക്കും. ഇപ്പോഴാർക്കും അത് അറിയില്ല. ഇന്നത്തെ വീഡിയോ എന്നെ 45 വർഷം ബാക്കിലേക്ക് കൊണ്ടുപോയി. കിട്ടുമോ ഇനി ആ സുന്ദര ബാല്യം? കിട്ടില്ല. അജു ചേട്ടൻ പഠിച്ചതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് കറക്റ്റാണ്. എനിക്കുമുണ്ട് അനുഭവം. കുട്ടിക്കാലം പറയാൻ തുടങ്ങിയാൽ നിർത്താൻ പറ്റില്ല. ഓക്കെ, ഞാൻ നിർത്തട്ടെ, ബായ്. അന്ന് നമ്മുടെ അയലോക്കത്തൊക്കെ മരുന്ന് കൊടുക്കണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മളെ ചിലപ്പോൾ വിളിക്കും അമ്മമാര്. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മളെ വിളിക്കുക, വലിയൊരു ചേട്ടന്മാരെ വിളിക്കുക. 2 പേര്, ഒരാൾ കാല് പിടിക്കും, 2 കാല് പിടിക്കും. ഒരാൾ 2 കൈ പിടിക്കും, ഒരാൾ മൂക്ക് പൊത്തി പിടിക്കും. അപ്പോൾ വായോർക്കുമല്ലോ, കയ്യിൽ കട വയ്ക്കും. മരുന്ന് ഒഴിക്കുമ്പോ ശരി ഒറ്റടിക്കും. അല്ല, എന്നിട്ട് പിന്നെ മൂക്ക് വിടും ഒറ്റടിക്കേ. അതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓളിയും തിക്കും തിരക്കൊക്കെ ഉണ്ടാവും.
അതുപോലെ മുടി വെട്ടാനായിട്ട് പണ്ട് ഇപ്പോഴല്ല മറ്റേ ബ്യൂട്ടി പാർലർ മുടി വെട്ട് കടയും അതൊക്കെ ഭയങ്കര ഇത്. പണ്ട് നമ്മുടെ അവിടെ മുടി വെട്ടാനായിട്ട് ആൾ വരും. നമ്മുടെ അവിടെ വാസേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരും. വീട്ടിൽ വരും, എല്ലാ വീടുകളിലേക്കും വരും. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഈ ചെറിയ പിള്ളേരുകളിൽ അവരെ വീടിന്റെ ചുറ്റും പറമ്പിലൊക്കെ പാടത്തേക്ക് ഓടിപ്പോവും മുടി വെട്ടാൻ വരുമ്പോൾ. മുടി വെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലുക്കത്തിലെ രേവതിരെ മുടി വെട്ടത് കത്ര കൊണ്ടാണ് വെട്ടുന്നത്. ഇതല്ല, ഈ മറ്റേ ഈ മെഷീനുണ്ട്, ഇത് ഇങ്ങനെയുണ്ട്, ട്രാക്ടർ മറ്റേ ഇതല്ലേ കട്ട ഇങ്ങനെയായിട്ട് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ തൊലിയടക്കം എടുത്ത് പോവും. പണ്ട് മറ്റേ ട്രിമ്മർ പോലത്തെ സാധനം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അയ്യോ, ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേ നമ്മുടെ ഈ തൊലിയടക്കം എടുത്തിട്ട് പോവും. ഇവിടുത്തെ മുടി ഇങ്ങനെയിട്ട് പോവും. ആ സാധനം വെക്കുന്നതാണ് മെഷീൻ വെക്കുക എന്ന് പറയാ. മെഷീൻ വെച്ച് വെക്കുന്നത് അറിയാം. അത് വെക്കാൻ ഒട്ടുക്കത് അത് ഇങ്ങനെ പിടിച്ചിങ്ങനെ പിന്നെ വലിച്ചെടുക്കണ പോലെയാ. അതാണ് പിള്ളേർ ഓടിപ്പോണ പേടിച്ച്. അതാണ് പിള്ളേർ. അപ്പൊ എന്താ പറയുക, ഈ ചേട്ടന്മാരെ മുടി വെട്ട ഇഷ്ടമില്ലാണ്ടല്ല അത്. അപ്പൊ ഈ ചേട്ടന്മാരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാസേട്ടനെ പിടിച്ചു കൊടുക്കണല്ലോ വീട്ടുകാർക്ക്. അപ്പൊ മരുന്ന് കൊടുക്കണമെങ്കിലും മുടി വെട്ടണമെങ്കിലും പിടിക്കില്ല, നാട്ടുകാർ പിടിക്കണം. എല്ലാവരും സഹായിക്കാൻ വരും പരസ്പരം. പിടിച്ച് രണ്ടുപേരും ഇപ്പുറത്തോടെ വീടിൻ്റെ അപ്പുറത്തോടും അപ്പോഴേക്കും അപ്പുറത്തോടെ വന്നിട്ട് പിടിച്ചു കൊണ്ടിട്ട് ഒരു സ്റ്റൂള് മോടുന്നാണ്ട് ഇരുത്തും. വാസേട്ടൻ എന്നിട്ട് വാസേട്ടൻ മെഷീൻ എടുത്തിട്ട് തുടങ്ങും. വാസേട്ടൻ കാലത്തന്നെ വരും കേട്ടോ. കാലത്തന്നെ വന്നിട്ട് ഒരു പൊതി ഉണ്ടാവും, കടലാസ് പൊതി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് ഈ കത്തരിയും മറ്റേ മെഷീനും സാധനങ്ങളൊക്കെ ഉണ്ടാവുക. അത് പൊതിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് അമ്മേരെ കയ്യിൽ നിന്ന് എത്ര 50 ഇത്രയും പൈസ ചിലപ്പോൾ 3 പേരെ മുടി വെട്ടാണെങ്കിൽ ആ പൈസ അപ്പോൾ ആ കാശ് വാങ്ങിച്ച് ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് പോവും. എവിടേക്കാണ് പോകണമെന്നറിയോ? ചാരായ ഷാപ്പിലേക്ക് ചാരായം അടിച്ചിട്ട് വരണം. ആൾക്ക് കൈ അല്ലെങ്കിൽ ചാരായം അടിക്കാണ്ട് മുടി വെട്ടിയാണെങ്കിൽ കൈ വരയ്ക്കും. കത്രയെ പിടിച്ച് ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ വെള്ളം അടിച്ചിട്ടാണ് വന്നിട്ടാണ് മുടി വെട്ട് തുടങ്ങുക. കാശ് വാങ്ങിച്ച് പോവും. അതിനുള്ള അടിച്ചിട്ട് വരും, എന്നിട്ടാണ് മുടി വെട്ട് തുടങ്ങുക. അങ്ങനെയാണ്. അടുത്തത് ഷാനി ഡേവിസ്. ചെറുപ്പകാല ഓർമ്മകൾ വീണ്ടും പുനരുജ്ജീവിപ്പിച്ചതിന് നന്ദി. ശരിയാണ്, വിദേശത്തിരുന്ന് കാണുമ്പോൾ ഗതകാല സ്മരണകളിലേക്ക് ഒരു എത്തിനോട്ടം തരപ്പെട്ടു. ഗെറ്റ് വെൽ സൂൺ അജൂസ് ഫാമിലി. അടുത്തത് ശൈലജ വേലായുധൻ. മലയാളി കഞ്ഞി ചമ്മന്തി ചുട്ട പപ്പടം കൂടെ കോൾഡ് ഫീവർ, നല്ല കോമ്പിനേഷൻ, വേഗം സുഖമാവട്ടെ. മിനി തോമസ്. എന്തിനാ മുളക് കഴുകിയേ? ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു ഗ്രൈൻഡ് ഇഫ് ഇറ്റ് ഈസ് വെറ്റ്. ഓൾ ഓഫ് യു ഗെറ്റ് വെൽ സൂൺ. അടുത്തത് ഹരിഹര അയ്യർ. പണ്ടത്തെ ഓർമ്മകൾ ഒരുപാട് വന്നു. ആ മരുന്ന് കുടിക്കുന്ന രീതി കണ്ട് ഒരുപാട് ചിരിച്ചു. സരിതയുടെ പനി വേഗം മാറട്ടെ. അടുത്തത് രാജു ലോറൻസ്. വായിൽ കരണ്ടി ഇട്ട് മരുന്ന് കൊടുക്കുന്ന രീതി കേട്ട് ചിരിച്ചു ചത്തു. ഹാറ്റ്സ് ഓഫ് ടു യു. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഥ പറഞ്ഞത്. അടുത്തത് ശകുന്തള. അജു പറയുന്ന എല്ലാ കഥകളും ഞാൻ ഇവിടെ ചേട്ടനോട് പറഞ്ഞ് ചിരിക്കും. വീഡിയോ കാണുന്ന സമയത്തേക്കാളും ചിരിക്കുന്നത് അപ്പോഴാണ്. അജു ഒരു നിഷ്കു തന്നെ. അടുത്തത് ക്രിസ്റ്റി തോമസ്. ചേട്ടൻ പറഞ്ഞു വളരെ ശരിയാണ്. നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിൽ ഏതെങ്കിലും ഉഴപ്പന്മാരുണ്ടെങ്കിൽ അവരുടെ കൂടി നമ്മൾ ഉഴപ്പും. എന്നിട്ട് റിസൾട്ട് വരുമ്പോൾ അവർക്ക് നല്ല മാർക്ക്, നമ്മൾ പൊട്ടുകയും ചെയ്യും. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. സരിതയ്ക്ക് ഒട്ടും സുഖമില്ല എന്ന് കണ്ടു. ആൾ അവശയായിട്ടുണ്ട്. അജുവിൻ്റെ തൊണ്ടവേദനയൊക്കെ മാറിയല്ലേ? ജഗ്ഗുവിന് കുഴപ്പമൊന്നും കണ്ടില്ല. അജു പണ്ടത്തെ സർക്കാർ ആശുപത്രികളിൽ കിട്ടുന്ന ചുവന്ന വെള്ളം, മരുന്നിൻ്റെ പേര് കാർബണേറ്റ് മിക്സ്ചർ. ഒരുവിധ രോഗങ്ങളൊക്കെ ആ മരുന്ന് കഴിച്ചാൽ മാറാറുണ്ട്. ഇപ്പോൾ അതില്ല. എല്ലാവരുടെയും അസുഖങ്ങൾ മാറട്ടെ. അടുത്തത് സ്നേഹലത നായർ. ഈ ചേച്ചിയുടെ കമൻറ്റ് ഞാൻ ജഗ്ഗുവിനെ കൊണ്ട് വായിപ്പിച്ചു വിട്ടു. അത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവനെ വിളിച്ചിട്ട് ഇതൊന്ന് നീ വായിച്ചാടാ എന്നിട്ട് അതിന് കൊടുത്തു. Everyone in Chennai too are suffering with allergy, cough, cold, fever. ഇനി അവിടെ നിങ്ങളാണ് ജഗ്ഗുവിനുള്ളത്. ജഗ്ഗു, do well in your 10th and 12th. Only once in your lifetime you will do 10th and 12th. And for every admission and job they ask marks of 10th and 12th. So do well. For non-stop coughing use ആടലോടകം. ജഗ്ഗുവിൻ്റെ അടുത്തേ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ജീവിതത്തിൽ ഒരിക്കലേ വരണം. എല്ലാ ക്ലാസ്സും ജീവിതത്തിൽ ഒരിക്കൽ തന്നെയാണ്. 10ഉം 12ഉം പക്ഷെ നന്നായി പഠിക്കുക. ഒരിക്കൽ കഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാ സമയത്തും മാർക്കിന് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, SLC ബുക്കും +2ൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമല്ലേ? അപ്പം ആ മാർക്ക് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അപ്പം അത് നന്നായി പഠിക്കണം എന്നുള്ളതേ. അപ്പം അങ്ങനെയുണ്ടാ ഇതിൻ്റെ മാർക്കൊക്കെ നോക്കൂ, ജോലിക്ക് 10ാം ക്ലാസ്സിൻ്റെ മാർക്കൊക്കെ നോക്കൂ. അപ്പം ഞാൻ പറഞ്ഞു നോക്കും പറഞ്ഞു. അടുത്തത് ചിത്ര ഗോൾട്ടൻ. ടുഡേ ഐ ഗോട്ട് എ കഫ്.
എൻ്റെ സ്ലൈറ്റ് ഫീവർ. ഐ ഫീൽ ലൈക്ക് ഹാവിങ് യുവർ മോർണിംഗ് കഞ്ഞി എൻ്റെ ചമ്മന്തി. ബട്ട് ഹൂ വിൽ മേക്ക്? അയ്യോ പാവം. അത് കിട്ടാൻ കൊതി വരില്ല. അല്ല, പനി, പ്രത്യേകിച്ച് പനിയും നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ വായിലൊരു കയ്പ്പ് രസം, ഒരു രസമില്ലായ്മ വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ തോന്നും. അതന്നെ ഇത് തോന്നും നമുക്ക്. ചമ്മന്തിയും അല്ലെങ്കിൽ ഉപ്പും മറ്റേ കണ്ണിമാങ്ങ അച്ചാറ് അങ്ങനത്തെയൊക്കെ കഴിക്കാൻ തോന്നും. അത് കൂട്ടി ഈ കുത്തിരിക്കഞ്ഞി അല്ലെ പൊടിയേരിക്കഞ്ഞി അങ്ങനത്തെ കഴിക്കാൻ തോന്നും. അപ്പോൾ അത് കിട്ടാത്ത ഒരു വിഷമം. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറയും മറ്റേ ഇറച്ചി, മീൻ, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ കാരണന്മാരൊക്കെ പൊടിയേരിയൊക്കെ വേഗം ദഹിക്കുമല്ലോ. പൊടിയേരിക്കഞ്ഞിയും, പൊടിയേരി എല്ലാ വീടുകളിലും പണ്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അതും ഈ ചുട്ട പപ്പടം, ചമ്മന്തിയൊക്കെ തന്നോടനെ. അപ്പോൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. ആ ഡോക്ടർ പറയാണ്, ഈ നമ്മുടെ പണ്ടുള്ളവർ ഇങ്ങനത്തെ ഓരോ അന്ധവിശ്വാസങ്ങൾ പറയും, നമുക്ക് പനി വരുമ്പോൾ ഇതൊന്നും ദഹിക്കില്ല എന്ന് പറഞ്ഞിട്ട്. ലോകത്തിൽ വെച്ചിട്ട് തന്നെ ആസിഡുകളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആസിഡാണ് നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ്. എന്തിനും ദഹിപ്പിക്കാൻ കഴിവുള്ളതാണ്. ആ ആസിഡ് നമ്മുടെ വയറ്റിലുള്ളപ്പോൾ അതിനോട് കൊഞ്ഞനം കുത്തുകയാണെന്ന്, അതായത് അതിനെ അവഹേളിക്കുന്ന പോലെയാണെന്ന് നമ്മുടെ പഴമക്കാർ ഇത് പറയണത്, ദഹിക്കില്ല എന്നൊക്കെയെന്ന് പറഞ്ഞു. അപ്പം ഞാനും അത് ശരിയാണെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജഗ്ഗുവിന് പനി വന്നു. അപ്പം കഞ്ഞീരെ കൂടെ ഞാൻ എന്ത് ചെയ്തു, മുട്ട കുത്തി പൊരിച്ച് കൊടുത്തു. ആ കഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല അത് ഛർദ്ദിച്ചു പോയി. അപ്പം എനിക്ക് മനസ്സിലായി പഴമക്കാർ പറയണത് തന്നെയാണ് ശരി. കാരണം ഇത് ദഹിക്കില്ല. അപ്പോൾ ദഹിക്കാത്ത സാധനം ആയതുകൊണ്ട് ശരീരത്തിന് തന്നെ അറിയാം. അപ്പോൾ അത് പുറന്തള്ളണമല്ലോ. അപ്പോൾ അത് ഛർദ്ദിച്ചു പോയി. അപ്പോൾ വേഗം ഞാനതിന് പിന്നെ ചുട്ട പപ്പടവും ഈ കടുമാങ്ങാച്ചാറും അങ്ങനെ കൂട്ടിയിട്ട് പിന്നെ കഞ്ഞി കൊടുത്തു. അപ്പോൾ ഒരു കുഴപ്പമില്ല. അല്ല, ഈ പനിയും കിനിയുമുള്ള ടൈമിൽ നമുക്ക് ഈ ഇതുള്ള സമയത്ത് ഈ ഇറച്ചി മീനും കഴിക്കാൻ തോന്നില്ല. പക്ഷെ അവന് മുട്ട ഇഷ്ടമാണ് കൊത്തിപ്പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇത്തിരി മുളക് അധികം ഇട്ടിട്ട് ഇത്തിരി എരിവ് കൂടുതൽ നിൽക്കണം. അങ്ങനെ, അതായത് അവന് മുട്ട കൊത്തിപ്പൊരിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക ആദ്യം. ആ വെളിച്ചെണ്ണയിൽ മുളക് പൊടിയും ഉപ്പിടും. നമ്മുടെ കുത്തിപ്പൊടിയല്ല, മറ്റേ മുളക് പൊടിയില്ലേ, അതും ഉപ്പിടും. അതൊന്ന് കളർ മാറില്ലേ, കളർ മാറിനോട് കൂടി തന്നെ ഭയങ്കര കരിയരുത്, പക്ഷെ കളർ മാറിനോട് കൂടി തന്നെ അതിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇങ്ങനെ കൊത്തിപ്പൊരിച്ചെടുക്കും. ഭയങ്കര ഇഷ്ടമാവനത്. അപ്പോൾ പനി വന്നാലും അതവന് ഇഷ്ടമാണ്. എരിവ് ഇത്തിരി കൂടുതൽ നിൽക്കണം എന്ന് മാത്രം. അപ്പോൾ പഴമക്കാർ പറയണത് ആ സമയത്ത് നല്ല കാര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അടുത്തത് ലതാ വേണുഗോപാൽ. എൻ്റെ വീട് ചാലക്കുടിയാണ്. നിങ്ങളുടെ വീഡിയോ എല്ലാം കാണും. നേരിട്ട് വന്ന് കാണണമെന്നുണ്ട്. എല്ലാം നല്ല ഇഷ്ടമാണ്. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ അംഗം പോലെയായി. സന്തോഷം. ഒരു ദിവസം കാണാം. അടുത്തത് സുമാപ്പു. സരിത ഒരു ഷോപ്പ് തുടങ്ങിയത് കൊണ്ട് ഒരു മുതലാളി തൊഴിലാളി മനോഭാവമാണ് അജുവിൻ്റെ അടുത്ത് കാണിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഷോപ്പ് തുടങ്ങിയതിന് ശേഷം എൻ്റെ പെരുമാറ്റത്തിലെല്ലാം മാറ്റം എന്തൊട്ട്? ഇനിയിപ്പോൾ അഥവാ പെരുമാറി തന്നെ നമുക്ക് കുറച്ച് കൂലിയേ. അല്ല അതിന് മുമ്പേ എനിക്കുള്ള ഇതാണിത്, ചേട്ടനോട് ഒരു ബഹുമാനം കാണിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ കട തുടങ്ങിയതിന് ശേഷം ഞാൻ അങ്ങനെയായി. എന്തായാലും ആളുകൾ അങ്ങനെ പറയണേ. അപ്പോൾ മേഴ്സി ജേക്കബ് അതിൻ്റെ അടിയിൽ കുറച്ച് അങ്ങനെ ഉണ്ടെന്ന്, കുറച്ച് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 വട്ടം മെസ്സേജ് ഇട്ടിട്ടുണ്ട് മേഴ്സി ജേക്കബ്. ആ ചേച്ചിക്ക് എന്നെ കണ്ണിന്നേരം കണ്ടുകൂടാ. ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോലത്തെ എന്തെങ്കിലും ഇട്ട് അതിൻ്റെ അടിയിൽ അപ്പം വന്നിട്ട് സത്യം എഴുതണ ആളാണ് ഈ മേഴ്സി ജേക്കബ്. അയ്യോ, ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല. അതൊക്കെ രസമല്ല ജീവിതത്തില്. ഒരിക്കലും അല്ല. അത് ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല. ഇപ്പം ഞാനൊരു തുണിക്കട തുടങ്ങി. ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് തുടങ്ങണേ അല്ലേ, പൈസ നമ്മൾ എടുക്കണതാണല്ലോ. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ധന്യം കൂട്ടുകാരും കൂടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞിട്ട് അത് വരയ്ക്കും. അല്ലാണ്ട് ഞാൻ ഒരു മുതലാളി തൊഴിലാളിയോടുള്ള ഒരു അല്ലെങ്കിലും അങ്ങനെ ഭർത്താവിനോട് കാണിക്കുന്നത് ശരിയല്ല. ഭർത്താവ് തിരിച്ച് ഭാര്യയുടെ അടുത്തും ഒരു മുതലാളി തൊഴിലാളിയോടുള്ള പോലെ ഒരു അടിമയോട് പെരുമാറുന്നത് ശരിയല്ല. അങ്ങനെ പെരുമാറുന്നത് ഭയങ്കര തമാശയിട്ടെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പോൾ ചേട്ടൻ എന്നെ ഒരു തൊഴിലാളിയെ പോലെ അല്ലെങ്കിൽ ഒരു അടിമേനെ പോലെ കാണുകയാണെന്ന് വിചാരിക്കും. അതിന് തമാശയിട്ടെടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന്. നമ്മൾ ഈക്വലായിട്ട് നിന്നാൽ പോരെ. നമ്മളിപ്പോൾ എങ്ങനെയാ പോണേ? ചേട്ടൻ എൻ്റെ അടുത്ത് എന്തും പറയാം, എനിക്ക് ചേട്ടനോട് എന്തും പറയാം. നമ്മുടെ ഇടയിൽ ഒരു രഹസ്യങ്ങളും ഇല്ല. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടാണ് പോണേ അല്ലേ. നമ്മൾ അങ്ങോട്ട് കളിയാക്കും, ഓരം ചെയ്യും, അടിക്കും, ഇടിക്കും, പിച്ചും മാന്തും ചെയ്യും. ഞാൻ അടുത്തേക്ക് വെറുതെ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ തലമാന്തമ്പോഴേക്കും ചേട്ടൻ ഇങ്ങനെയാക്കും. ഇല്ല എപ്പോഴും അതെങ്ങനെയാക്കണ് അതെന്താ വെച്ചാൽ എനിക്ക് പണ്ടേ ഒരു ശീലമുണ്ട്. ഇങ്ങനെ ഇപ്പം ചേട്ടൻ അവിടെ നടന്നു വരാം, ഞാൻ ഇവിടെ നടന്നു പോവാം. അപ്പം ഞങ്ങൾ പാസിനോട് കൂടി ഞാൻ വയറുമ ഇങ്ങനെ നിന്ന് കാണിക്കും. വെറുതെ ഇടിക്കില്ല,
ഇങ്ങനെ കാണിക്കുള്ളോ, അത് കല്യാണം കഴിഞ്ഞ് വന്ന് അന്ന് തൊട്ടുണ്ട് ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെയാക്കിയിട്ട് വയറിറക്കിയിട്ട് ഇങ്ങനെയാക്കും. ഇപ്പോഴും അത് അങ്ങനെയാണ്. പക്ഷെ ഇടിക്കില്ലേ, ഞാൻ ഇങ്ങനെ ആക്കുള്ളോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ അടുത്ത് വിടുമ്പോൾ ഒന്ന് തലമാന്താനായിരുന്നു ചേട്ടൻ. എനിക്ക് ചിരി വരും. ഇവിടെ കണ്ടമാന തമാശകളുണ്ടാവാറുണ്ട്. അല്ലാണ്ട് ഇവിടെ മുതലാളി തൊഴിലാളി ഒന്നും ഇല്ല കേട്ടാ. ഇവിടെ നമ്മള് സാധാരണ അതെ, നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഞാനിപ്പോ ഷോപ്പിലേക്ക് പോകും, 5 മിനിറ്റ് കൂടുമ്പോ വീഡിയോ കോൾ വിളിക്കും ചേട്ടൻ. ഇന്നാള് നമ്മുടെ മഹേഷ് ജീവിയും ഇവിടെ ഇരിക്കണ്ടായിരുന്നു. അവര് ചായ കുടിച്ച് പണിയുടെ ഇടയിൽ ചായ കുടിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടുള്ള വർത്താനം അത് നമ്മള് വീഡിയോ എടുക്കണ്ടായിരുന്നില്ല. അവർക്ക് കേട്ടിട്ടേ ചിരിച്ച് 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 അവർക്ക് വയറാനെടുത്തു. എന്നിട്ട് ഇതൊക്കെയാണ് വീഡിയോ എടുത്തിടേണ്ടത് നിങ്ങള്. അത് നമുക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നില്ല ആളുകള്. അവർക്ക് തന്നെ മഹേഷും ശിവയും സുജിതയും 3 പേരും കൂടി ചായ കുടിക്കായിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ വർത്താനായിരുന്നു. അപ്പുറം ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയണ കുറച്ച് നീങ്ങിയിരുന്നിട്ട്. പക്ഷെ ഇവരത് ശ്രദ്ധിക്കണ്ടായിരുന്നു. അങ്ങനെ അപ്പം അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് കട തുടങ്ങിയതിന് ശേഷം ഞാൻ ചേട്ടനെ തൊഴിലാളിയെ പോലെ കാണണമെന്നൊന്നും അങ്ങനെയൊന്നും പറയരുത് ദയവ് ചെയ്ത്. നിങ്ങൾക്ക് ആ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ വല്ലതും തോന്നണേന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ അടിയിൽ വിനീത എന്നിട്ട് എഴുതിയിട്ടുണ്ട്, അത് ചുമ്മാ തോന്നിയതാണ്, സരിത അജുവിനെ കൊണ്ട് മടുത്തു എന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അടുത്തത് സ്റ്റാർസ് ആൻഡ് ബെൽസ്. ഈ സ്റ്റാർസ് ആൻഡ് ബെൽസ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്ന ഈ ചേച്ചി ഇത് എവിടെയാണെന്നറിയോ? തിരുവനന്തപുരത്താണ്. ആ ചേച്ചിയുടെ ഹസ്ബൻഡ് തൃശ്ശൂർ വന്നപ്പോൾ 2 ദിവസത്തേക്ക് എന്തോ ആവശ്യത്തിന് വന്നതാ. ആ ചേച്ചി ആ ചേട്ടനെ നമ്മുടെ കടയിലേക്ക് വിട്ടു. എന്നിട്ട് അവിടെ വെച്ച് വീഡിയോ കോൾ വിളിച്ചു. എന്നിട്ട് ആ ചേച്ചിക്ക് ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തേ പറ്റൂ നമ്മുടെ കടയിൽ നിന്ന്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ആളുടെ കൈയൊക്കെ ഇത്തിരി തടിയുണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ അത് പാകാവോന്ന് അറിയില്ല. ഇഷ്ടമാവും വേണം, ഇഷ്ടപ്പെട്ടത് ആ സൈസിലുള്ളത് കിട്ടും വേണം. അപ്പം അങ്ങനെ നോക്കി. അപ്പം ഞാനും കൂടിയിട്ടാണ് വീഡിയോ കോളിൽ നിന്നിട്ട് ഇത് വേണോ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഒരെണ്ണം എടുത്തു പോയി. അപ്പോൾ അത് പാകാവോന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയാണ് കമൻ്റ് ഇട്ടാണ്, സരിത എൻ്റെ ഹസ്ബൻഡാണ് ഇന്നലെ ഷോപ്പിൽ വന്നത്. നിങ്ങളെ ഒരു ദിവസം നേരിട്ട് കാണും എന്ന് ഉറപ്പായിരുന്നു. തൃശ്ശൂർ വരുമ്പോൾ വന്ന് കാണുമായിരുന്നു. ഇന്നലെ ഹസ്ബൻഡ് ഒരു ആവശ്യത്തിനായി 2 ദിവസത്തേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് സരിത ഷോപ്പ് ഓപ്പൺ ആക്കിയത്. അതാണ് ഞാൻ ഹസ്ബൻഡിനെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതും ഡ്രസ്സ് എടുപ്പിച്ചതും. മെഷർമെൻറ്റ് ഒരു ഡ്രസ്സ് കൊടുത്ത് വിടാൻ മറന്നുപോയി. ആളുടെ അളവിലുള്ള ഒരു ഡ്രസ്സ് കൊടുത്തു വിടാൻ മറന്നുപോയി. എന്തായാലും സരിതയോട് വീഡിയോ കോൾ സംസാരിക്കാനും കാണാനും സാധിച്ചതിൽ വളരെ സന്തോഷമായി കേട്ടോ. പിന്നെ ഹസ്ബൻഡ് എന്ന് നൈറ്റ് തിരിച്ചു വരികയുള്ളൂ. വെയിറ്റിംഗ് ഫോർ ദ ന്യൂ ഡ്രസ് ആൻഡ് ഹിസ് എക്സ്പീരിയൻസ് അറ്റ് ഷോപ്പ്. പിന്നെ ധന്യയുടെ ഷോപ്പിൽ നിന്നും ഹസ്ബൻഡ് വന്ന് ബെഡ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ധന്യയ്ക്ക് ഹസ്ബൻഡിനെ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ കുറേ പേര് വരുന്നതല്ലേ, അപ്പം നമുക്കങ്ങനെ ഓർമ്മയുണ്ടാവണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഓർമ്മ കാണില്ല. പിന്നെ സിസ്റ്റർ ഇൻ ലോയും ഒക്കെ അവിടെ വന്ന് ബെഡ് വാങ്ങിയിട്ടുണ്ട്. അജൂസ് വേൾഡ് ഷോപ്പിൻ്റെ പ്രൊമോഷൻ വീഡിയോ കഴിഞ്ഞ ഓണം ടൈമിൽ ഇട്ടായിരുന്നല്ലോ. അത് കണ്ടിട്ട് പോയി വാങ്ങിയതാണ് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം, സ്നേഹം ഒക്കെ നിങ്ങളോട്, ഒരു ഫാമിലി പോലെ. ആള് നിലത്തെയാ എല്ലാം അങ്ങോട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് വന്ന് ഇട്ട് നോക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. സന്തോഷം. അടുത്തത് ഷാൻഡി എൽദോസ്. അജു കിലുക്ക സിനിമയിൽ ഇന്നസെന്റിനെ പോലെയാണ് പണി ചെയ്യുമ്പോൾ. ഇത് ചെയ്യാൻ പറഞ്ഞല്ലേ, അത് നടന്നില്ലല്ലോ. മറ്റത് അപ്പഴല്ലേ മറ്റത്. അല്ല അത് അയ്യോ ഇന്നസെന്റിന്റെ അടുത്ത് വീട് മുഴുവൻ അടിച്ചു തുടച്ചു സാറേ, എല്ലാ റൂമുകളിലും ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചു സാറേ, ഇയാൾക്ക് എന്തൊക്കെയാണ് മൂത്രം അങ്ങനെ. അടുത്തത് രമ്യ രതീഷ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതേ സീൻ പണ്ടത്തെ ഏതോ ഒരു വീഡിയോയിൽ ഉണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. സീൻ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ. സീതാർമുടി എന്ന് പറഞ്ഞ സരിതേച്ചിയുടെ തലയിൽ അത് വെക്കുന്ന സീൻ എൻ്റെ ഓർമ്മ ശരിയല്ലേ? ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം പറമ്പില് ഈ സീതാർമുടി ഉണ്ടായിരുന്നു. ചേട്ടതുപോലെ എൻ്റെ തലയിൽ വെച്ചാ ഇങ്ങനെ കാണിച്ചു തന്നു, ഇതാണ് സീതാർമുടി. അപ്പൊ ആരാണ്ട് പറഞ്ഞു സീതാർമുടി വേണമെന്ന് പറഞ്ഞു. അവർക്ക് ഒരു മരുന്നിനാന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സീതാർമുടി മുഴുവൻ കഴിഞ്ഞു. പണ്ട്
സീതാർമുടി നമ്മുടെ പാടത്ത് ഈ പാടത്ത് കണ്ടമാനുണ്ടായിരുന്നു, എല്ലാ പാടത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പശുക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെയുണ്ട്, ആ സീതാർമുടി ഇങ്ങനെയുണ്ട് വട്ടത്തിലാണ് പിടിച്ചിട്ട് ഒറ്റ വരി വരിക്കും. അത് നമ്മൾ കൊട്ടയുണ്ട്, വലിയ കൊട്ടകളുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഈ കുറേ വീടുകളിൽ പശുക്കളുണ്ടാവും. ഞങ്ങൾ പിള്ളേരുകളൊക്കെ ഈ ടീമായിട്ട് ഈ കൊട്ടയും പിടിച്ചിട്ട് അങ്ങോട്ട് പോവും. എന്നിട്ട് പുല്ല് വലിച്ചിട്ട് ഈ സീതാർമുടി പോലത്തെ പുല്ലുകൾ വലിച്ചിട്ട് ഈ കൊട്ടയിലാക്കിയിട്ട് അത് വൈകുന്നേരം പന്ത് കളി കഴിഞ്ഞ് വരുമ്പോൾ തലയിൽ വെച്ച് കൊണ്ടുവരും എല്ലാ വീട്ടിലേക്ക് വൈകുന്നേരം പശുവിനെ. അങ്ങനെ സീതാർമുടിക്ക് അന്ന് സീതാർമുടി എന്നാണെന്ന് അറിയില്ല, ഒരു പുല്ല്. പക്ഷേ ഈ സീതാർമുടി ഔഷധമുള്ള ഒരു മരുന്നുള്ള സാധനമാണെന്നുള്ളത് അറിയുന്നത് ഇപ്പോഴാണ് എനിക്കറിയുന്നത്. അടുത്തത് സുനി കൃഷ്ണൻ. ചാൾസ് ഡൗഡിങ്ങിൻ്റെ നോർഡിക് ഗാർഡനിങ് മെത്തേഡ് ഉണ്ട്, ഞാൻ പരീക്ഷിച്ചു, നല്ലതാണെന്ന് തോന്നി, കുറെ കൂടി സസ്റ്റൈനബിൾ ആണ് എന്നാണ്. അവിടെ കുറെ കമ്പോസ്റ്റ് ഉള്ളതല്ലേ, ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ചാൾസ് ഡൗഡിങ് നോർഡിക് ഗാർഡനിങ്. നോർഡിക് അതായത് കുഴിക്കൊന്നും ചെയ്യാണ്ട് വെച്ച് പോവല്ലോ. അടുത്തത് രാധാമണി. അജു സരിത ഇന്നത്തെ വീഡിയോ സൂപ്പർ, വിളവെടുപ്പ് കാണാൻ എന്താ രസം, വിളവുകൾ കിട്ടിയല്ലോ. ഞാനും ക്യാബേജും കോളിഫ്ലവറും നട്ടിരുന്നു, വിളവെടുക്കാറായിട്ടില്ല. അജു നട്ടത് കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി, അങ്ങനെ നട്ടതാണ്. 2 ആഴ്ച കഴിഞ്ഞാൽ വിളവെടുക്കാം, അതുകൊണ്ട് എല്ലാ വിളവെടുപ്പും സൂപ്പർ. അടുത്തത് രാമദാസ് മങ്കര. നിങ്ങളുടെ ഇന്നലത്തെ കഞ്ഞിയും പപ്പടം ഞാൻ ദുബായിൽ ഉണ്ടാക്കിയിട്ടോ, സൂപ്പർ ആയിരുന്നു. അടുത്തത് വിനോദിനി KP. സരിത ഉണ്ടെങ്കിൽ അജുവിന് ജോലി ചെയ്യാൻ ഉഷാറുള്ളൂ. സരിത എന്തെങ്കിലും പറഞ്ഞാൽ അന്നാ അത് ചെയ്യുമോ, അതുമില്ല. എന്നാൽ ഞാനടുത്ത് വേണം, സരിതേ എന്ന് വിളിക്കണം. എന്നാലും ഇത്രയ്ക്കായാലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഞാൻ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ കോൾപ്പാടുണ്ട്. കോൾപ്പാട് എന്ന് പറഞ്ഞാൽ നെൽകൃഷിയുണ്ട്. നെൽകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെൽകൃഷിയുടെ അതായത് നടുവികോടം വലിയ പരമ്പാണ്. ഓരോ സൈഡുകളിലും 300-400 പറ കൃഷി സ്ഥലം ഉണ്ടാവും ഓരോ കോളിന്. ഓരോ കോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ ഒരു ബണ്ട് പോയിൻ്റെ അതിൻ്റെ നടുവിൽ ഒരു കോൾപ്പാടം, അതിൻ്റെ ഇപ്പുറത്ത് ഒരു കോൾപ്പാടം. ഇങ്ങനെയാണ് നിറച്ച് കുറേ ഉണ്ട്. ചാമക്കോള്, മടമ്പടി കോള്, പുത്തൻകോള്, താവറണിക്കോള്, ഇങ്ങനെ ഓരോ കോളുകൾക്ക് ഓരോ പേരുണ്ട്. കോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, കൃഷി സ്ഥലമാണ് കേട്ടോ, അതിന് പേര് കൊടുത്താണ്. ഓരോന്ന് 500-400 ഏക്കർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കോളെന്ന് പറഞ്ഞ് മടമ്പടി കോളാണ്. അപ്പോൾ മടമ്പടി കോളിൻ്റെ ഈ സൈഡിൽ ഈ വലിയ നടുവിലൊരു വരമ്പടി, ഇപ്പുറത്ത് പുത്തൻകോള്, ഇപ്പുറത്ത് നമ്മുടെ കൃഷി സ്ഥലം. അപ്പോൾ നമ്മുടെ കൃഷി സ്ഥലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഈ തൊട്ടിപ്പുറത്ത് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടനാണ്. ആള് നമ്മുടെ ഇവിടെയുള്ളതാണ്. ആളെ കൃഷി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറത്ത് നെല്ലുകളൊക്കെ ഇല്ലേ, എന്താ പറയുക, ഒക്കെ തെച്ചിക്കോട്ട് വരും. രാമചന്ദ്രൻ്റെ പോലെ സൈസുള്ളവരായിരിക്കും. നമ്മുടെയൊക്കെ ഇല്ലേ ചാവാരികളായിരിക്കും. ഇതിങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഇത് അല്ല, നമ്മൾ ഒരു മീഡിയം ലെവലാണ്. ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെള്ളം കൊടുന്ന അല്ലക്കും ഇംഗ്ലീഷ് വെള്ളം നന്നായി മരുന്നടിക്കുകയും ചെയ്യും. അടിപൊളിയായിട്ട് ഭയങ്കര വിളവ്, 50 മേനിക്ക് മേലെ വിളവ് കിട്ടും. നമുക്കിപ്പോൾ മാക്സിമം കിട്ടുന്നത് 20-21 ഒക്കെ കിട്ടില്ല. ഇതിൻ്റെ ഇരട്ടി വിളവ് കിട്ടുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്നടിക്കുമ്പോൾ ഇവിടുത്തെ കീടങ്ങളും പ്രാണികളൊക്കെ ഇല്ലേ, ചാഴികളും തേങ്ങയുമായൊക്കെ, ഇതൊക്കെ ഇപ്പുറത്തെ പാടത്തേക്ക് വരും. അപ്പം നമ്മൾ അത്രയ്ക്ക് ഇതിലുള്ള ഇതുകളൊന്നും ചെയ്യില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വിളവ് മോശമാവുന്നു. ഇപ്പുറത്ത് നമ്മൾ ഇപ്പുറത്ത് ഗംഭീരമായിട്ടുള്ള അങ്ങനത്തെ രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് മൊത്തത്തിൽ വിളവ് മോശമാവും. ഈ കീടങ്ങളൊക്കെ ഇപ്പുറത്തേക്ക് വരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് വളം ചെയ്യണതിൻ്റെ അപ്പുറത്തുള്ള ജൈവ കൃഷി ചെയ്ത് വളരെ മോശമായിരിക്കും. അപ്പം അങ്ങനെയുണ്ട്. പക്ഷേ നമുക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർത്താനം പറഞ്ഞാലും അങ്ങനെ ചെയ്യില്ലെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇഷ്ടം പോലെ ഇവിടെ വീട്ടിൽ ഇടുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? ഇല്ല, ഞാൻ പറയില്ല, കാരണം കിട്ടുന്നുണ്ട്, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുഴുവനാക്കിയില്ലല്ലോ. 5 മിനിറ്റ് കൂടുമ്പോൾ കടയിലേക്ക് വീഡിയോ കോൾ ചെയ്യാം. അതിൻ്റെ ആവശ്യം എന്താ? എന്നിട്ട് അവരൊക്കെ എന്നെ കളിയാക്കുക, ധന്യം മറ്റേ കടയിലുള്ള ശരണ്യും ഷിജിയൊക്കെ കോൾ ബെല്ലടിക്കുമ്പോൾ ആദ്യം അജു വിളിക്കുന്നുണ്ട്, അജു വിളിക്കുന്നുണ്ട് വീഡിയോ കോള്. ഞാനതല്ല, ഞാനിവിടെ എന്തെങ്കിലും ഫോൺ പോലും വെക്കാൻ പറ്റില്ല. ചേട്ടൻ പറഞ്ഞതൊക്കെ എല്ലാവരും കേൾക്കില്ലേ. ഞാനിവിടെ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചാർലി ഇമ്രാൻ എന്തെങ്കിലും ഇത് കുറുമ്പ് കാണിച്ചു, അപ്പൊ ഞാൻ ഒരു വസ്തു കണ്ടിട്ടല്ല വെറുതെ വിളിക്കണം. അപ്പൊ ഞാൻ വിളിക്കും വെറുതെ.
അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ ഇനി വിളിക്കണം, ഞാൻ വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കണം പ്ലീസ് പ്ലീസ്. അവരെ മുന്നിൽ നിന്നെ മോശക്കാരിയാക്കണില്ല. ഞാൻ ഹെഡ്ഫോൺ കൊണ്ടുപോകും. ഹെഡ്ഫോണൊന്നും വേണ്ട. ഹെഡ്ഫോൺ ഉണ്ടാകുമ്പോൾ അടുത്ത് വായിച്ചോളൂ. അടുത്തത് ആദർശ് പണിക്കർ. നമസ്തേ അജുവേട്ടാ, സരിത കൊള്ളാം. നമ്മുടെ അടുക്കളത്തോട്ടം ചെറുതായി കാട് പിടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കിളച്ച് വൃത്തിയാക്കി പുതിയ പുതിയ കൃഷികൾ നടക്കട്ടെ. അടുത്ത ഞായറാഴ്ച, അതായത് നാളെ, ഇപ്പം ഈ വീഡിയോ വരുന്ന ദിവസം സരിത എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാം ക്ലിയർ ആക്കിയിരിക്കണം കേട്ടോ. പിന്നെ ഇപ്പോൾ പ്രതികരണം പരിപാടി കാണാനില്ലല്ലോ. വളരെയേറെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്, അത് നിർത്തരുത്. അതോ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്നറിയില്ല. എന്തായാലും പുതിയ എല്ലാ സംരംഭങ്ങൾക്കും ആശംസകൾ. ഉയരങ്ങളിൽ രണ്ടുപേർക്കും ആശംസകൾ. ഹാപ്പി. സ്നേഹം, ഇഷ്ടം. മറ്റൊരു മനോഹരമായ വർണ്ണ കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം, പണിക്കർ. ഒരു 15% ഇതാക്കിയിട്ടുള്ളൂ. എനിക്ക് ശതമാനമായിട്ടുള്ളൂ ഇത്ര ദിവസം കൊണ്ട്. സമയം കിട്ടണ്ടേ? ഈ വെയിലത്ത് പോയിട്ട് കളിക്കാൻ പറ്റുമോ? ചുട്ട വെയിലാണ് അവിടെ. കാലത്ത് വെയിലാറുമ്പോഴും കാലത്ത് വെയിലില്ലാത്ത സമയത്ത് കാലത്ത് 8-9 മണി വരെ കളിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറ്റുമോ? വൈകുന്നേരം ഉച്ചരിഞ്ഞ വെയിലാറാകുമ്പോഴേ കളിക്കാൻ പറ്റുള്ളൂ. 15% ഒരാഴ്ച ഉണ്ടാ? ഒരാഴ്ച ഉണ്ട് 15%. അതെന്തോരാ ഏരിയുണ്ടെന്ന് വെച്ചാ. അപ്പൊ നാളെ ഞാൻ പറഞ്ഞില്ല, അടുത്ത ഞായറാഴ്ച ചെയ്യാം. അപ്പൊ ഒരു 15 കൂടിയും കൂടും. കൂടി വളരെ മോശം. ചേട്ടൻ എന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചു. അടുത്തത് രവീന്ദ്രൻ. പ്രതികരണം പരിപാടി ഇല്ലാണ്ടാണ് കേട്ടോ, എടുക്കാണ്ടാണ്, സമയം കിട്ടാണ്ടാണ് കേട്ടോ. ഇനി പരമാവധി നോക്കാം. ഇനി എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പ് പറയണില്ല. അത് നമ്മുടെ കയ്യിലല്ല. അത് നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. ചിലപ്പോൾ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും പറ്റാണ്ട് വരും. അടുത്തത് രവീന്ദ്രൻ ചീനത്ത്. മസനോബു ഫുക്കുവോക്ക. ഇദ്ദേഹമാണ് അജു പറയാൻ ഉദ്ദേശിച്ച ജപ്പാനിലെ പ്രകൃതി കൃഷിക്കാരൻ എന്ന് തോന്നുന്നു. ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പേരിൽ ചെങ്ങാലൂരിലെ CP ഗംഗാധരൻ മാസ്റ്റർ ഫുക്കുവോക്കയുടെ പുസ്തകത്തെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ദൈവമേ, എന്തൊരറിവുള്ള ആൾക്കാരാ നമ്മുടെ കമന്റ്, നമ്മുടെ വീഡിയോ കാണുന്നവരല്ലേ. കണ്ട എന്ത് കൃത്യമായിട്ട് ആളല്ലാതെ എഴുതിയേക്കണേ. കൃഷിയുടെ പിതാവാണ് ജപ്പാനിലത്തെ ആള്. ജപ്പാനിലത്തെ കൃഷിയുടെ പിതാവാണ് മസനോബു ഫുക്കുവോക്ക. ചേട്ടൻ വേറെ ഹുക്ക ഹുവ മിക്കാടോ എന്നൊക്കെയാ പറഞ്ഞേ. രണ്ടിലും കാണ്ട് കൂണ്ട് ദിലീപ് പറയണ പോലെ. അടുത്തത് സീനത്ത്. അജു ചേട്ടൻ്റെ കഥകൾക്ക് ഒരു ക്ഷാമവുമില്ല, പാവം ഒരു നിഷ്കളങ്കൻ. അടുത്തത് ശ്രീരഞ്ജിനി. കുറച്ചാണെങ്കിലും നമ്മൾ കൃഷി ചെയ്ത് വിളവെടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെ. സരിതയുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുവല്ലോ. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈവേയിലാണല്ലോ. ഹൈവേയിലൊക്കെ അതിൽ കൂടെ പോകുന്നവർ ആ തുണിക്കട കണ്ട് ശ്രദ്ധിച്ച് കയറി എടുക്കാൻ വരലൊന്നും ഉണ്ടാവില്ല. ഹൈവേയിൽ ജീറി പാഞ്ഞു പോകണവരൊന്നും അങ്ങനെ അപ്പുറത്തും ഇങ്ങനത്തെ കടകളൊന്നും ശ്രദ്ധിക്കില്ല. നോർമലായിട്ടുള്ളൊരു റോഡ് ആണെങ്കിൽ പിന്നെ ആളുകൾ അതിൽ കൂടെ നടന്നു പോകുന്നവരൊക്കെ ഒന്ന് കണ്ട് കയറി നോക്കിയാൽ. ഇപ്പം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കുറേ പേര്, ഇപ്പോൾ വന്നവരൊക്കെ ഏതാണ്ട് ഒരു 90% പേരും നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും വലിയ കുഴപ്പമില്ലാണ്ട് കച്ചവടം നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ തുടങ്ങുമല്ലോ. ഞങ്ങൾ മെയിനായിട്ട് അത് തന്നെ വിചാരിച്ചിട്ടുള്ള തുടങ്ങുമ്പോൾ തന്നെ ഓൺലൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ആ ചാനലിൽ ചാനൽ ദിവ ബൈ DNS എന്ന് പറഞ്ഞിട്ട് ചാനലും ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലായിരിക്കും നമ്മൾ റീൽസായിട്ട് ഇടാം കേട്ടോ. അടുത്തത് നിമാറോസ് ഡേവിസ്. 19:45 അജു ചേട്ടൻ പ്ലേറ്റ് മാറ്റുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ കുക്കുംബർ മാത്രമേ കഴിക്കൂ. സരിതേച്ചി, ഇതെനിക്ക് മുമ്പേ അറിയാം. അതാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്. ഈ മനുഷ്യൻ. 21:04 അജു ചേട്ടൻ ഇത്തവണ ക്യാമറാമാനെ പണി കുറച്ചു. സ്വന്തമായി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് പോകുന്നുണ്ട്. കൊള്ളി പറിക്കാൻ പോയപ്പോൾ തുടക്കം തൊട്ട് തന്നെ പറഞ്ഞു, ഞാനിന്ന് കഴിക്കില്ല മീൻ കൂട്ടാൻ, നിനക്ക് നാളെ കൊണ്ടുപോകാനുള്ളതാണിത്. ഞാൻ കഴിക്കില്ല. ജിംഷി ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ കമൻ്റ് ഇടുന്നത്. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ച് ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ ഒപ്പോസ് ചെയ്ത് തിരിച്ച് നെഗറ്റീവ് പറയും സരിത. ഈ വീഡിയോയിൽ ആ ചേട്ടൻ ചട്ടി നല്ല ചട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഉള്ളിലോട്ട് വലിച്ചില്ല. അപ്പോഴേക്കും ചട്ടി നല്ലതല്ല, ചിന്നലുണ്ടെന്ന്. കഴിഞ്ഞ വീഡിയോയിലും സെയിം ഇത് തന്നെ, മോശമാണ് ഈ ക്യാരക്ടർ. അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തു, ചട്ടിക്ക് വിള്ളലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ആ ചട്ടിക്ക് വിള്ളലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്.
അതിനെയല്ലേ ഉള്ളതെന്ന് പറഞ്ഞത്. നോണ പറയുന്നതാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല ക്യാരക്ടർ ഞാൻ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി വീണ്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോറി, എനിക്ക് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ചേട്ടൻ കൃഷി വിളവ് എടുക്കാൻ വളരെ ഹാപ്പിയായി പറയുമ്പോഴും അതിനൊക്കെ ഓപ്പോസ് ചെയ്യുന്നത് കണ്ടപ്പോൾ തൊട്ട് എന്തോ നെഗറ്റീവ് ഫീൽ. പിറ്റേന്ന് കാണുന്നതാണ് ഈ വീഡിയോ, അതിലും ഇങ്ങനെ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി ആകെ 2 വീഡിയോ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾ മുഴുവനായിട്ട് എല്ലാ വീഡിയോയും കാണും. കുറച്ച് വീഡിയോകളും കൂടിയും കാണൂ. ജിംഷി ഈ അഭിപ്രായം മാറ്റും. അടുത്തത് ലൈഫ് ടുഡേ. മീൻകൂട്ടാൻ കഴിക്കില്ലെന്ന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അജുവേട്ടൻ പറഞ്ഞും പോയി. ഇനിയിപ്പോൾ സാരില്ല, തിന്നില്ലെങ്കിൽ മീൻ എന്ത് വിചാരിക്കും അല്ലേ? ഒന്നും നോക്കണ്ട, തട്ടി വിട്ടോ. അടുത്തത് തോമസ് മംഗലം. നമസ്കാരം ഉണ്ട് കേട്ടോ. നമസ്കാരം. അതെ അജു, നമ്മുടെ വീട്ടിലെ ടൈം ടേബിൾ ഒക്കെ മാറ്റി മറിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ചങ്ങാതി. കൃഷിപ്പണിയാണെങ്കിൽ അങ്ങടോ ഇങ്ങടോ എന്ന മട്ടിൽ. സരിതയ്ക്കാണെങ്കിൽ കടയിലും ഇടയ്ക്ക് ഹൈലൈറ്റ് മാളിലുമായിട്ട് ഡ്യൂട്ടി. ഹൈലൈറ്റ് മാളിൽ ഡ്യൂട്ടി ഒന്നും ഇല്ല കേട്ടോ. അത് ആ ദിവസങ്ങളിലില്ലേ, ഞങ്ങൾ രാവിലെ തൊട്ട് രാത്രി 1 മണിക്കൊക്കെയാണ് ചില ദിവസം ഷോപ്പിൽ നിന്ന് വരാറ്. കട തുടങ്ങണതിൻ്റെ ആ ഒരു മുന്നത്തെ ഒരാഴ്ച ഒതുക്കലും ഇതൊക്കെ ഇല്ലായിരുന്നേ. പെട്ടെന്നല്ല ഞങ്ങൾ ആ ബുധനാഴ്ച ഉദ്ഘാടനം ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്കെല്ലാം സെറ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാനും തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് ഇടയ്ക്ക് വിശക്കില്ല ചേട്ടാ. അപ്പം ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് വല്ലതും കഴിക്കും, അത്രേ ഉള്ളൂ. അതിന് ശേഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല. അവരോട് ആരായി തൊട്ടടുത്ത് ഹൈലൈറ്റ് മാള് പണിയാൻ പറഞ്ഞു? അതിന് ശേഷം പോയിട്ടില്ല ചേട്ടാ. ഞങ്ങൾ ചോറ് കൊണ്ടാ വരുന്നേ സ്കൂളിലേക്ക്, കടയിലേക്ക്. ജഗ്ഗുവിന് സ്കൂള് പരീക്ഷ, പോരാത്തതിന് അടുക്കള ഡ്യൂട്ടി. പണ്ട് റേഡിയോയിലൊരു പരസ്യമാണ് ഓർമ്മ വരുന്നത്, തണ്ടുതുരപ്പൻ മൂഞ്ച ഓല ചുരുട്ടിപ്പുഴു. ഞാൻ എന്തുട്ടാ ചെയ്യാ? നിങ്ങൾക്ക് വേണ്ടത് ഫാക്ട് ഫോഴ്സ് 20-20-015. കറക്റ്റ്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ പരസ്യം. കേട്ടിട്ടില്ലേ ഈ പരസ്യം? വയലും വീടും എന്ന പരിപാടിയിൽ ഇടയ്ക്ക് വരും ഈ പരസ്യം. അതുപോലെ ഇന്നിപ്പോൾ മൊത്തം ശരിയാണ്. അതൊന്ന് നമ്മളുടെ ഒരു ഇതായിട്ട് വരാനൊരു ടൈം എടുക്കും. റുട്ടീനിൽ ഇല്ലാത്തൊരു കാര്യമാണല്ലോ ഈ കടയിലേക്ക് പോക്ക്. അത് ഇടയിൽ വന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ ഒന്ന് കറക്റ്റാക്കി ഒന്ന് ബാലൻസ് ചെയ്തെല്ലാം പോകാൻ ഇത്തിരി സമയമെടുക്കും. അടുത്തത് വിനോദിനി KP. കുള്ളി പറിക്കാൻ പോകുമ്പോൾ അജുവിൻ്റെ പാട്ട് സൂപ്പർ, യക്ഷികൾ പേടിച്ചോടും, നല്ല ധൈര്യവാനാണല്ലോ. ശകുന്തള. പാട്ട് കൊള്ളിച്ചോട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല, യക്ഷി വരില്ല എന്ന് തോന്നുന്നു. അതെ, പാലമരച്ചോട്ടിലൊന്നല്ലല്ലോ പാടിയത്. അടുത്തത് രോഹിത് ഹിറ്റ്മാൻ. എല്ലാ ദിവസവും കുടിലും പാചകം മാത്രം കാണിച്ചാൽ പോരാ, ഇടയ്ക്ക് പുതിയ കടയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഉൾപ്പെടുത്തണം കേട്ടോ. തന്നെ ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ്. നാളെ കാലത്ത് നമ്മളെ കണ്ടാൽ ഞെട്ടും. ആര്? നമ്മൾ തന്നെ. ധന്യയുടെ ഡയലോഗ് അതിനകത്ത്. അടുത്തത് ശ്രുതി പ്രദീപ്. അജുവേട്ടൻ ഇന്ന് മീൻകറി തൊടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഞങ്ങൾ. ആൻഡ് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല അജുവേട്ടനെ. അടുത്തത് ഒരു പ്രവാസി. 3:58 ഒരുമാതിരി ചൊറി പിടിച്ച മീൻ പോലെ ഇരിക്കും. അതെന്തിട്ടാന്നറിയാം? 3:58 ഞാൻ ചോദിക്കുന്നുണ്ടേ, ആ മീൻ്റെ പേരെന്തൊരു ചേട്ടൻ നമ്മളന്ന് കൂട്ടാൻ വെച്ചത് കുടില്? അമൂറ്. അമൂർ. ഈ മീൻ കാണാൻ എങ്ങനെ ഇരിക്കുന്നു? അതിന്റെ മറുപടിയാണ് ഒരുമാതിരി ചൊറി പിടിച്ച അല്ല, ഒരു പ്രവാസി ഉത്തരം പറഞ്ഞേക്കണത് അതിന്റെ മറുപടി. അടുത്തത് ജോളി പെന്നി. എത്ര പ്രാവശ്യം ചേട്ടൻ പറഞ്ഞു ഞാൻ മീൻ കൂട്ടാൻ കഴിക്കുന്നില്ല എന്ന്? നിനക്ക് കൊണ്ടുപോകാനാണെന്ന്. എൻ്റെ അമ്മോ, സരിതയ്ക്ക് കൊണ്ടുപോകാൻ കിട്ടിയോ? കുറച്ചെങ്കിലും കിട്ടി, കുറച്ച്. ഇനി സക്കീന KK. എന്തിനാ സരിതയെ എപ്പോഴും അജു ചേട്ടനെ കുറ്റം പറയുന്നത്? എപ്പോഴും ഇങ്ങനെ ഒരാളെ ഒരുമാതിരി ഇല്ലാതാക്കുന്ന പോലെ പറയല്ലേ എന്ന്. അപ്പോൾ സക്കീനയോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, കുറച്ച് വീഡിയോകൾ അടുപ്പിച്ചിരുന്ന് കാണുക. പിന്നെ നമ്മുടെ കമൻസ് ബാക്കിയുള്ള വായിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് വേണു തെയ്യൻ. സരിത വന്നിട്ട് നൈറ്റ് ആണോ വീഡിയോ എടുക്കുന്നത്? വൈകുന്നേരം വന്നിട്ട് എടുത്ത്. അടുത്ത മോളി സണ്ണി. എന്തിനാ അജു ചുമ്മാ തള്ളണേ, മീൻ കഴിക്കില്ല എന്ന്? വെറുതെ ഒരു രസം. അതെ, ഇനി ഒരു പ്രവാസി വീണ്ടും പറഞ്ഞേക്കാണ് 22/11. ഇതെന്താ കപ്പ ഇത്തവണ ഇങ്ങനെ ആയിപ്പോയത്? വളം കൂടിപ്പോയതാണോ? വളം ഇട്ടിട്ടില്ലല്ലോ അതിന്. ഈ മറ്റേ ചവറും വെണ്ണൂറാണ് ഇട്ടത്. അതെ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അടുത്ത് ലേലി ബേസിൽ. രാത്രി കൊള്ളി പറിക്കാൻ പോകുമ്പോൾ എന്തിനാ അജു ഈ യക്ഷിയുടെ പാട്ട് പാടുന്നത്? കേൾക്കുന്ന ഞങ്ങൾക്ക് തന്നെ പേടി തോന്നുന്നു. മീൻകൂട്ടാൻ ചെറിയ ഉള്ളി ചേർത്ത് വെക്കുമ്പോൾ രുചി കൂടുതലായിരിക്കും. കറക്റ്റ്. നമ്മൾ സബോളയാണ് ഉപയോഗിച്ചത്, അതിന് വരെ ചെറിയ ഉള്ളിയാണെങ്കിൽ ടേസ്റ്റ് കൂടും. പക്ഷേ ചെറിയ ഉള്ളി നന്നാക്കാൻ ഇരിക്കണ്ടേ, അത് കാരണം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് സബോള ഉപയോഗിച്ചു. സിന്ധു ബിൻരാജ്. സരിത, ആ മീൻ്റെ പേര് ട്രോട്ട് എന്നാണ് ഇവിടെ പറയുന്നത്, നല്ല ടേസ്റ്റാണ്. ഇനി മുതൽ മീൻകറി ഞാൻ ഇതുപോലെ ഉണ്ടാക്കും. ട്രോട്ട് എന്ന് പറയാ. അവിടെ പറയുന്നത്
അറബികൾ കണ്ടമാനം ഉപയോഗിക്കുന്നു പറയുന്നുണ്ട് നമ്മൾ. സിന്ധു ചേച്ചി UK അവിടെ അങ്ങനെ പറയും. വിമല, അജൂസ് ഫാമിലി മെമ്പർ സരിത വീഡിയോ കണ്ടു. ഉച്ചനേരം മീൻ വല്ലാതെ കൊതിപ്പിച്ചു. പിന്നെ സരിത ഇപ്പോഴുള്ള ജലദോഷം വന്നാൽ കുറച്ച് നാൾ ചുമ കാണും. ഞാൻ 2 ആഴ്ച ആയി അനുഭവിക്കുന്നു. പിന്നെ ചില കപ്പ കയ്പുണ്ടാവും. നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് മിടുക്കന്മാരായ നായ്ക്കളുണ്ടായിരുന്നു വീട്ടിൽ. ഒരു കുഞ്ഞും കയറില്ല. 2 തുടലിട്ടാണ് തളച്ചിരുന്നത്. പക്ഷെ പൊട്ടിക്കും. ഒത്തിരി നാളുണ്ടായിരുന്നു. ഒരു ധൈര്യം തന്നെയായിരുന്നു. വർഷം കുറേയായി. അവരുടെ വേർപാട് ഒത്തിരി ദുഃഖം തന്നെയായിരുന്നു. മറക്കാൻ കഴിയില്ല. അത്രയ്ക്കും നമ്മെ സ്നേഹിച്ചു. ഞാൻ ഒരുപാട് എഴുതി എന്ന് പറഞ്ഞിട്ട് ആൾ നിർത്തി. 2 ബെൽറ്റ് നിർത്തണമെങ്കിൽ ഇത്തിരി സാമർത്ഥ്യക്കാർ തന്നെയായിരിക്കും. അത് പൊട്ടിക്കുന്നു. അടുത്തത് അർജുൻ VK. നമസ്കാരം ചേട്ടാ, സരിതേച്ചി ജഗു. വളരെ ടേസ്റ്റിയായ മീൻകറിയുടെ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. കപ്പ മീൻകറിയും കൂട്ടി കഴിക്കുമ്പോൾ പ്രത്യേക രുചി തന്നെയാണ്. തീർച്ചയായും മീൻകറി വീട്ടിൽ ഉണ്ടാക്കി നോക്കും കേട്ടോ. ഹാവ് എ നൈസ് ഡേ. അടുത്തത് നമ്മുടെ നീന്തൽക്കുളം റിനോവേറ്റ് ചെയ്ത വീഡിയോ. സോഫി വർഗീസ്, കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്തവർ ധാരാളം. നിങ്ങൾ എത്ര പണമാണ് അനാവശ്യമായി ചിലവഴിക്കുന്നത്? പൂളില്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ലേ? കുറേ പണം കയ്യിലുണ്ടെങ്കിൽ എന്തും കാണിക്കാമല്ലോ, കഷ്ടം. അങ്ങനെ പറഞ്ഞിട്ടാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത്. നമ്മൾ ആ പൂള് നമ്മൾ മുൻപ് പണിതതാണ്. മുൻപ് പണിതപ്പോൾ അതിന് അധികം പൈസ ഒന്നും ആയിട്ടില്ല. 6800 രൂപയാണ് ആ ഷീറ്റിന് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ മുകളിൽ ഒരു നെറ്റ്, അങ്ങനെ നിസ്സാരമായി പൈസ അന്ന് വന്നിട്ടുള്ളൂ. ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടാ. ഇല്ല സരിത, ഒരു വലിയ സ്വിമ്മിംഗ് പൂൾ. നമ്മളത് സ്വിമ്മിംഗ് പൂള് വീട്ടിൽ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നമുക്ക് 5 ലക്ഷം ഒന്നും ചെലവഴിക്കാൻ 5 മുതൽ 8 ലക്ഷം രൂപ വരെ വേണം. അത്രയ്ക്ക് പോകുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ പണിന് ഞങ്ങൾ അപ്പോഴാണ് സരിതയുടെ ആശയമാണ് നമ്മൾ ഇങ്ങനെ നിസ്സാരമായിട്ട് ഒരു ഷീറ്റിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുളിക്കുകയും ചെയ്യും, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ പോരെ. കാരണം മീൻകുളം അതാക്കിയിട്ടേ മീൻ നമ്മൾ കഴിക്കണേ ഇല്ല. ഇത് മീൻ ഇങ്ങനെ തീറ്റ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുക. എത്ര പൈസക്കാന്നറിയോ തീറ്റ വാങ്ങിച്ചു കൊടുക്കണേ? എന്നിട്ട് അതൊക്കെ പിടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഞങ്ങൾ ആ ഒരൊറ്റ ട്രിപ്പ് മാത്രമാണ് മീൻകുട്ടികളെ വാങ്ങിച്ചിട്ടുള്ളൂ. വീണ്ടും പറ്റുങ്ങൾ അതിൽ നിന്ന് പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് അതില്. എന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ കൊടുക്കുക. അപ്പൊ അത് മാറ്റിയിട്ട് ഇട്ടു. ബാക്കി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു തന്നെയാണ്. അല്ലാണ്ട് വേറെ മാറ്റണം വരത്തില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഷീറ്റ് കീറി ഇപ്പൊ പിന്നെ മാറ്റാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നാൽ മതി അത്. അപ്പോൾ അതിന് മാറ്റാനായിട്ട് വേറൊരു ഷീറ്റ് തന്നെ മീത വാങ്ങിച്ചിട്ടു. അത് ഓരോരുത്തരും അവരവർക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെ ജീവിത നിലവാരം. അത് വിചാരിച്ചിട്ടോ ഈ കിട്ടണ കാശ് നിങ്ങൾക്ക് വല്ല പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനൊരവസാനം ഉണ്ടാവില്ലേ? നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ലേ? പല ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ? അടുത്തത് ബെബീന ഐസക് ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. ബെബീന ഐസക്. അജു, പൂളിൻ്റെ മണൽഭിത്തിയിൽ കണ്ട വേരുകളും ഉള്ളിൽ വിരിച്ചിരിക്കുന്ന ടാർപ്പായിൽ ഓട്ട വീഴാനും അങ്ങനെ ചോർച്ച ഉണ്ടാകാനും കാരണമാകും. കോൺക്രീറ്റ് ചെയ്ത വാട്ടർ ടാങ്ക് ആണെങ്കിൽ പോലും സമീപത്ത് മരങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് തെങ്ങ്, മാവ്, പ്ലാവ്, ആഞ്ഞിലി ഇങ്ങനെയുള്ള മരങ്ങൾ, അവയുടെ വേരുകൾ വളരെ പെട്ടെന്ന് തന്നെ അത് എത്ര ദൂരെയാണെങ്കിലും വെള്ളമുള്ള ടാങ്കിൻ്റെ അടുത്തേക്ക് വേരൊടിച്ച് ടാങ്കിൻ്റെ ഭിത്തി തുളച്ച് വെള്ളത്തിൽ വേര് പൊങ്ങി കിടക്കുന്ന വിധത്തിൽ നിർത്തി വെള്ളം വലിച്ചെടുക്കും. അങ്ങനെ ടാങ്കിൽ ചോർച്ച തുടങ്ങും. ഇപ്പോൾ വിരിക്കുന്ന ഈ ഷീറ്റും താമസിയാതെ ഓട്ട വീഴും. അത് വരും സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് കോൺക്രീറ്റ് ചെയ്തത് ഓക്കെ ശരിയാണ്. ഇപ്പൊ നമ്മൾ മതിലിട്ടാണ് മരത്തിന്റെ വേര് വന്നപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞു വീഴും. പക്ഷെ ഷീറ്റ് അതിനനുസരിച്ചിട്ട് നീങ്ങി കൊടുത്തോളൂല്ലോ വേര് വരുമ്പോ. അതുകൊണ്ട് ഷീറ്റിന് അതിന് ഓട്ട വീഴാൻ സാധ്യതയില്ല. പിന്നെ അവിടെ വൻമരങ്ങളില്ലേ, തെങ്ങിന്റെ വേര് മാത്രമാണ്. തെങ്ങിന്റെ വേര് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആര് പോലെയാണ്, അത് തുളച്ച് കയറുന്ന വിധത്തിലുള്ളത് കിട്ടില്ല. മീൻകുളം എത്ര കൊല്ലം അവിടെ നിന്ന് ഒരിക്കൽ പോലും ഓട്ട വീണില്ലേ? ഷീറ്റിന് ഓട്ട വീണില്ല. 5 കൊല്ലം അങ്ങടെ ആയില്ലേ, 5-6 കൊല്ലായി മീൻകുളം, എന്നിട്ട് ഇതുവരെയായിട്ട് ഓട്ട വീണില്ല. അടുത്തത് സുജിത്ത്. വെറുതെ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതേ കണ്ടന്റ് ആയിട്ട് വരും. സ്വിമ്മിംഗ് പൂള് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന ഓരോ സംഭവങ്ങൾ നിങ്ങളെ കാണിച്ച് അതിലൂടെ രസിപ്പിക്കുക, നിങ്ങൾ ചിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനോ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ കൃതാർത്ഥരായി. അത് അത്രയാണ് നമ്മൾ. അടുത്തത് രമണി പടിഞ്ഞാക്കര. ചിരിക്കൂ മഹേഷ് മോനെ, ചിരിക്കൂ. മഹേഷിൻ്റെ ചിരി സൂപ്പർ, അജുവിൻ്റെ വെപ്രാളും സൂപ്പർ. അടുത്തത് അനിത പി. പൂൾ നാശമാക്കിയത് ആരാ? ചേട്ടൻ അങ്ങനെയാ ആദ്യം തമ്പനിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആരാ? അജു അല്ലാതെ ആരാ? ഇത് വീഡിയോ കാണട്ടെ.
അടുത്തത് ഗ്രീൻ പ്ലാന്റ്. ഈ സെയിം കമ്പനിയുടെ 500 GSM ഷീറ്റ് ഉപയോഗിച്ച് ഞങ്ങൾ ടാങ്ക് ഉണ്ടാക്കിയിട്ട് 5 വർഷം കഴിഞ്ഞു, ഇതുവരെയും ലീക്കില്ല. ഷീറ്റ് ഇടുന്നതിനേക്കാൾ മുമ്പേ ചാക്ക് മണ്ണ് നിറച്ച് സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ സ്റ്റീൽ ഒഴിവാക്കാമായിരുന്നു. ഇനി സ്പോഞ്ച് അവിടെ നിന്ന് പോയാൽ അറിയാതെ വീണ്ടും ടാങ്ക് ലീക്കാവില്ലേ? ആ സ്പോഞ്ച് അവിടെ നിന്ന് പോകുന്നില്ല, ഇത് ഇത്ര വണ്ണുണ്ട്. അത് അങ്ങനെ കനം കുറഞ്ഞ സാധനമല്ല, ഊരിപ്പോണ നമുക്ക് അറിയാം, നല്ല ഇതിൽ കെട്ടി വെച്ചിട്ട് നമുക്ക് കാണാം വെള്ളത്തിൽ അത് സാധനം കിടക്കണം, നീങ്ങണ്ടോന്ന് അറിയാം നമുക്ക്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. KA ജോയ് കള്ളിക്കാടൻ ആ പഴയ നീല ഷീറ്റിനെ വെറുതെ തെറ്റിദ്ധരിച്ചു. സജിത സുബി, അജു ചേട്ടാ, സരിത, ജഗ്ഗു വീഡിയോ കാണുന്നതിന് മുമ്പ് കമൻറ്റ് ഇടാമെന്ന് വിചാരിച്ചു. രാവിലെ താമസിച്ചാണ് വീഡിയോ കാണുന്നത്, എന്നാൽ ഇന്ന് നേരത്തെ കാണാൻ സാധിച്ചപ്പോൾ ഫസ്റ്റ് കമൻറ്റ്, പിന്നെ കാഴ്ച. അടുത്ത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. നാടൻ സ്വിമ്മിംഗ് പൂള് വീണ്ടും സൂപ്പറായി. എൻ്റെ വീട്ടിൽ മുറ്റത്തുണ്ടായിരുന്നു നല്ല കുളം. ഞങ്ങൾ സ്കൂൾ വെക്കേഷൻ അതിലായിരുന്നു ഫുൾ ടൈം. അതൊക്കെ ഓർമ്മ വന്നു. കുളിച്ചിട്ട് ഉദ്ഘാടനത്തിന് വന്ന ജഗ്ഗുവാണ് താരം. അടുത്തത് ഷൈനി കുമാർ. കടയിലെ വിശേഷം എന്തൊക്കെ? സെയിൽ നല്ലോണം നടക്കുന്നില്ലേ? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഫോർ യുവർ ന്യൂ വെഞ്ചർ സക്സസ്. കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സീസൺ ആണല്ലോ, പരീക്ഷാ സമയമൊക്കെ അല്ലേ, മൊത്തത്തിൽ എല്ലാ ബിസിനസ്സും മോശമാണ്. ഉഷ വിനോദ്, അത് മീൻ വളർത്താൻ ഉപയോഗിക്കൂ. കുളം വീടിൻ്റെ പുറകിൽ, അകത്ത് നിന്ന് ഇറങ്ങാൻ പാകത്തിൽ, മുറ്റത്ത് നീല പെയിൻ്റൊക്കെ അടിച്ച് ചുറ്റിനും ചെടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ. നന്നായിട്ടുണ്ട്. ഇനി ഒരു കുളം ഒന്നും ഉണ്ടാക്കണില്ല, ഇത് തുടങ്ങി. അതന്നെ മീൻകുളം ഉള്ള കാര്യം ചേച്ചിക്ക് അറിയില്ലായിരിക്കും, മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. മീൻകുളം നിർത്തിയിട്ടാണ് നമ്മൾ ഇതാക്കിയത്. ആൻസ്, ഹായ് ഹലോ അജു, സരിത, ജഗുമോൻ. ടുഡേസ് വർക്ക് റിനോവേഷൻ ഓഫ് സ്വിമ്മിംഗ് പൂൾ. എല്ലാവരും ബിസി ആയിരുന്നു. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂൾ നല്ല ഭംഗിയായി. ജഗുമോൻ ഓപ്പണിംഗ് ചടങ്ങ് ചെയ്തു. ലവ് യു ഓൾ, ഗോഡ് ബ്ലസ് യു. അടുത്ത് ഗീത സന്തോഷ്. പൂൾ റിനോവേഷൻ സൂപ്പറായി നടന്നു, നല്ല എനർജറ്റിക് ആയ വീഡിയോ. അജുവിൻ്റെ ഗൈഡൻസ് സൂപ്പർ. സരിത, ജഗുക്കുട്ട, ഇനോഗ്രേഷൻ അടിപൊളി. ലവ് ആൻഡ് റിഗാർഡ്സ് ഡിയേഴ്സ്. അടുത്തത് അനുരഞ്ജ് അനു. സ്വിമ്മിംഗ് പൂള് റീമേക്കിംഗ് അടിപൊളി. മഹേഷ് ശിവയും വ്ളോഗിൽ വന്നപ്പോൾ അജയുടെ സരിതച്ചും സാധാരണ വ്ളോഗിൽ നിന്നും കുറച്ചുകൂടി പവറായി. തമാശയും പണിയും അഭിപ്രായവുമായി സമയം പോയത് അറിഞ്ഞില്ല. വിനോദിനി KP. പൂളിലേക്ക് ആദ്യമായി ചാടാൻ സരിതയുടെ അച്ഛനാണ് വേണ്ടിയിരുന്നത്, അതല്ലേ ഒരു 1.5 ചാട്ടം. അച്ഛനെ കൊണ്ടിട്ടുണ്ട്, അച്ഛൻ സരിതരൊപ്പം വന്നിട്ട് പാചകം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ടീന ലിഞ്ചോ. സ്പോഞ്ച് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യും, അല്ലെങ്കിൽ സ്പോഞ്ച് ദ്രവിക്കും. ഇനി അടുത്ത തവണ വാട്ടർ ചേഞ്ചിൽ ചെയ്താൽ മതി. അത് നമുക്ക് ആലോചിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. അടുത്തത് ബിന്ദു ധനജൻ. ജഗ്ഗൂസ് പൂളിൽ ചാടി കുളിക്കുന്നത് വരെ ഒരു സിനിമ കാണുന്ന ഫീലോട് കൂടിയാണ് ഇരുന്നത്. എല്ലാവരും വല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്തു. അതിനിടയിൽ അജുവിൻ്റെ വർത്താനം കേട്ട് കുറേ ചിരിച്ചു. പൂളിന് ഒരു കുഴപ്പവും വരുത്തല്ലേ എൻ്റെ കൃഷ്ണ. ഇനിയില്ലേ. അങ്ങനെ ഇന്നത്തെ കമന്റ് വായന അവസാനിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നേരം വൈകി പോവാനായിട്ട്, ഷോപ്പിലേക്ക് പോകാനായിട്ടേ, ഉച്ചയാവാറായി. ഇനി ഇപ്പോഴാണ് ഞാൻ ഇനി പോണത്. അപ്പോൾ നമ്മുടെ റിയാസിന് എല്ലാവരും ആരോഗ്യം ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം കേട്ടോ. നിർത്താം നമുക്ക്. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.